സ്തുതിക്കുന്നു കർത്താവേ. ഈ വിശുദ്ധ ദിവസവും അടികൾക്ക് ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലായിരിക്കാൻ, അങ്ങയോട് ചേർന്നായിരിക്കാൻ, അങ്ങിൽ നിന്നും പ്രാപിക്കുവാൻ എന്ന് കൃപ തന്നതോ തടികൾ അങ്ങേ സ്തുതിക്കുകയാകുന്നു കർത്താവേ. ശുശ്രൂഷയുടെ മേലെല്ലാം കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇറങ്ങി വരണമേ. നിന്റെ മക്കളുടെ എല്ലാം ആഗ്രഹങ്ങൾ അവിടെ നിന്ന് അറിയുന്നുണ്ടല്ലോ, അവരുടെ ആവശ്യങ്ങൾ അവിടെ അറിയുന്നുണ്ടല്ലോ കർത്താവേ. അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ശുശ്രൂഷ ഇന്നിവിടെ കർത്താവ് അവിടുന്ന് ഒരുക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞാൻ നിന്റെ മക്കളെ എല്ലാം കർത്താവ് ബലപ്പെടുത്തണമേ. ദൈവത്തിൻ്റെ വലിയ കൃപ നിന്റെ മക്കളുടെ മേലെല്ലാം അവിടുന്ന് ചൊരിയണമേ കർത്താവേ. ഹല്ലേലൂയ. കടന്നു വന്ന് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ എല്ലാം സഹായിക്കണമേ കർത്താവേ. എല്ലാ നന്മകളാലും എല്ലാ അനുഗ്രഹങ്ങളാലും നിന്റെ ജനത്തെ നീ പരിപാലിക്കുമാറാകണമെന്ന് അടികൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് ചില രോഗത്തിൻ്റെ സൗഖ്യമായി തീരുവാൻ അടികളോടും അടികൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ അത് വിടുതലായി തീരുവാൻ സ്വർഗമിടയാക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്ന് എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, കടന്നു വരുവാനുള്ളവരെ ഏൽപ്പിക്കുന്നു. ഹാലിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അധികം അനുഭവിപ്പാൻ സ്വർഗം സഹായിക്കണം. കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന് അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. ഇപ്പോൾ പൈതങ്ങൾ കടന്നു വന്ന് ആരാധന ലീഡ് ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഒരിക്കൽ കൂടെ ശക്തമായി. എത്ര പേർക്കുന്ന പോലെ സന്തോഷമുണ്ട്? ഹല്ലേലൂയ. എനിക്ക് നല്ല സന്തോഷമുണ്ട്. നല്ലൊരു മൈക്ക് കർത്താവ് തന്നു. ആമേൻ. കഴിഞ്ഞ ഒരാഴ്ച പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ ഒരാഴ്ച തികയുന്നതിന് മുൻപ് കർത്താവ് അത്ഭുതം ചെയ്തു എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ചെയ്യുന്ന എല്ലാം നന്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. ആമേൻ. ഇന്നുപോലെ ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളെല്ലാം കർത്താവിൻ്റെ കൃപ പരിപാലനം നമ്മോടെല്ലാം കൂടെയിരുന്നു. അത്ഭുതകരമായ ജയോത്സവമായി കർത്താവ് നമ്മെ വഴി നടത്തി. ഹല്ലേലൂയ. നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ പ്രാപ്തി ഒന്നുമല്ല, കർത്താവിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. ഞാൻ ആദ്യം ഈ സഭയിൽ വന്ന സമയം അന്ന് തൊട്ട് ഞാനിപ്പോൾ വരെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നമുക്ക് ആശ്രയിക്കുവാൻ, നമുക്ക് പോകുവാൻ മറ്റൊരു സ്ഥലമില്ല. നമുക്ക് ആശ്രയിക്കുവാൻ മറ്റൊരു വ്യക്തിയില്ല. നമുക്ക് നോക്കുവാൻ മറ്റൊരിടമില്ല. ആമേൻ. ഞാൻ ആദ്യം പാടിയ പാട്ട് ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ എന്നുള്ള പാട്ടാണ്. ഹല്ലേലൂയ. ഇപ്പോഴും ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്, നമുക്ക് പോകുവാൻ മറ്റൊരിടമില്ല, യേശു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എത്ര നാൾ ഈ ലോകത്തിലായിരിക്കുന്നോ ആ നാൾ മുഴുവൻ നമുക്ക് അന്വേഷിക്കുവാൻ, നമുക്ക് നോക്കുവാൻ, നമുക്ക് ഓടി അണയുവാൻ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. അതോടൊപ്പമുള്ള പ്രിയപ്പെട്ടവർ, ഒരു നിമിഷം ആ കണ്ണുകളെല്ലാം ദൈവസന്നിധിയിൽ അടയട്ടെ. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവരായി, നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി കർത്താവേ. എല്ലാ കരുതലിനും നന്ദി കർത്താവേ. എൻ്റെ മിടുക്കല്ല, എൻ്റെ പ്രാപ്തിയല്ല, എൻ്റെ കഴിവല്ല, അവിടുത്തെ കൃപയൊന്നു മാത്രമാണ്. ഇന്ന് പകൽ അത് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ, ആമേൻ, അങ്ങനെ പറയുവാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ അധരങ്ങളെ തുറന്ന് അല്പസമയം കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഇന്ന് പകൽ നാം ഒരുമിച്ച് ആമേൻ ആരാധനയ്ക്ക് വേണ്ടി സമയങ്ങളെ വേർതിരിക്കുക. എന്നാൽ അതിനു മുൻപ് ആമേൻ ദൈവത്തിന് ഇന്ന് പകൽ നന്ദി കരയറ്റുവാനുള്ള സമയമായി തീരട്ടെ. ഓ, എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി, എല്ലാ ദാനങ്ങൾക്കും നന്ദി, എല്ലാ നടത്തിപ്പിനും നന്ദി കർത്താവേ. ഉപകാരങ്ങൾക്ക് നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ കൊണ്ടുവന്ന വഴികൾക്ക് നന്ദി കർത്താവേ. അവിടുത്തെ കരുതലിന് നന്ദി കർത്താവേ. അവിടുത്തെ വിശ്വസ്തതയ്ക്ക് നന്ദി കർത്താവേ. ആമേൻ. ഞങ്ങൾക്ക് പോകുവാൻ, ഞങ്ങൾക്ക് നോക്കുവാൻ മറ്റൊരിടമില്ല. ഞങ്ങൾ അങ്ങിൽ മാത്രം ആശ്രയിക്കുന്നു, ഞങ്ങൾ അങ്ങേ മാത്രം നോക്കുന്നു കർത്താവേ. ഓ
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാമോ? അവൻ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത നന്മകൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നില്ലേ? അവൻ ഒന്നിലും കുറവില്ലാതെ ജയോത്സവമായി കർത്താവ് ഇതുവരെ അന്തം നടത്തിയില്ലേ? നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഇന്നയോളം തൻ്റെ ഭുജത്തിൽ, തൻ്റെ കരത്തിൽ, തൻ്റെ ഭുജത്തിൽ നമ്മെ വഹിച്ച് ആ വൻ കൃപകളെ ഓർത്ത് നന്ദിയോടെ അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ദൈവമേ, അവിടുത്തെ കൃപകൾക്ക് നന്ദി, അവിടുത്തെ വിശ്വസ്തതയ്ക്ക് നന്ദി. പലപ്പോഴും ഞങ്ങൾ അവിശ്വസ്തരായി പോയിട്ടുണ്ട്. എങ്കിലും കർത്താവേ, അങ്ങ് മാറാതെ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ പരിപാലിച്ച വിധങ്ങൾക്ക് നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പകരം നൽകുവാൻ ഒന്നുമില്ല. ഞങ്ങളെ തന്നെ സമ്പൂർണമായി ഇന്ന് പകൽ അവിടുത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ ആദരങ്ങളെ തുറന്ന് അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ഓ ശരാധരേദിയാധര അർത്ഥരം ദരേദരം ശാരദാരബൗഡവാരബ അധരാധരം ദേരിയൽ ധരം ധരാധരം ശരാധരാദിയാധര രൂപരാധരേ രവശരധരാധരം ദാരദൽ ഖരാധരേ അർത്ഥരം ധരാദിയാധരാധന ബൗഡവാരബ ധൂപരാധരേധരം ധരം ധരാധര. ഓ മഹത്വവാനായ ദൈവമേ, അത്യുന്നതനായ ദൈവമേ, മഹത്വ സിംഹാസനസ്ഥനായ ദൈവമേ, സകലത്തിനും മീതെ അധിവസിക്കുന്ന സർവശക്തനായ ദൈവമേ, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമേ, സകല സ്തുതികൾക്കും സകല മഹത്വത്തിനും സകല ബഹുമാനത്തിനും യോഗ്യൻ അങ്ങ് മാത്രമാണ്. ഇന്ന് പകൽ അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവിടുത്തെ മക്കൾ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്ന കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ മുഖം അന്വേഷിക്കുന്ന കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ അങ്ങേ മാത്രം നോക്കുന്ന കർത്താവേ, അങ്ങേ മാത്രം ഞങ്ങൾ ആശ്രയിക്കുന്ന കർത്താവേ, അങ്ങേ മാത്രം ഞങ്ങൾ ചാരുന്ന കർത്താവേ, അവിടുത്തെ മാർവിലേക്ക് ഞങ്ങൾ ഓടി അണയുന്ന കർത്താവേ. ഓ ശരധരവനവനധരധനബൗഡവാനവ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഉപകാരങ്ങൾക്ക് നന്ദി കർത്താവേ, നടത്തിപ്പിന് നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം വൻഭുജത്താ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻഭുജത്താ എന്നെ താങ്ങിയ നാമമേ. പടമോ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻഭുജത്താ എന്നെ താങ്ങിയ നാമമേ. ഓ ഇന്നയോളം തൻഭുജത്താ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻഭുജത്താ എന്നെ താങ്ങിയ. ഉന്നം വെച്ച വൈരി, ഓ ഉന്നം വെച്ച വൈരി കണ്ണിൻ മുൻപിൽ പതരാതെ, ഉന്നം വെച്ച വൈരി കണ്ണിൻ മുൻപിൽ പതരാതെ, കൺമണി പോൽ കാക്കും കരങ്ങൾ
എന്നെ മൂടി മറച്ചില്ലേ, കൺമണി പോൽ കാക്കും കരങ്ങൾ എന്നെ മൂടി. അത് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ ചേർന്ന് പാടട്ടെ. എണ്ണി 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 എണ്ണമില്ലാത്ത കൃപകളാൽ നമ്മെ നടത്തിയ ദൈവത്തെ, ഓ കൃപകളിനാൽ ഇന്നയോളം വൻഭുജത്താൽ എന്നെ താങ്ങിയ ദൈവമേ, ഇന്നയോളം വൻഭുജത്താൽ എന്നെ താങ്ങിയ ദൈവമേ. യോർദാൻ കലങ്ങി മറിയും, യോർദാൻ കലങ്ങി മറിയും, ജീവിത ഭാരങ്ങൾ യോർദാൻ കലങ്ങി മറിയും, ജീവിത ഭാരങ്ങൾ ഏലിയാവിൽ പുതപ്പ് വീടേ, നിന്റെ വിശ്വാസ ശോധനയിൽ ഏലിയാവിൽ പുതപ്പ് വീടേ, നിന്റെ ശോധനയിൽ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ, എണ്ണി എണ്ണി എണ്ണമില്ലാത്ത കൃപകളിലാ ഇന്നയോളം കൺഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം കൺഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. നിനക്കെതിരായി വരും ഓ ആയുധം ഫലിക്കയില്ല, നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല, നിന്നെ ഉടയവൻ നിന്നവകാശം, തന്നെ ദാസരിൻ നീതിയവൻ, നിന്നെ ഉടയവൻ നിന്നവകാശം, തന്നെ ദാസരിൻ നീതിയവൻ. എണ്ണി 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 സഭ ചേർന്ന് പാടട്ടെ. ഓ കൃപകളിലാ ഇന്നയോളം വൻഭുജത്താൽ എന്നെ താങ്ങിയ, ഇന്നയോളം വൻഭുജത്താൽ എന്നെ താങ്ങിയ. വിശ്വാസത്തോടെ പാടാമോ? എനിക്കെതിരായി വരും, എനിക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല, എനിക്കെതിരായി വരും, എനിക്കെതിരായി വരും ഓ ആയുധം ഫലിക്കയില്ല. പറ, എന്റെ ഉടയവൻ, എന്റെ ഉടയവൻ, എന്റെ ഉടയവൻ, എന്റെ അവകാശമാ.
ഭുജത്താ എന്നെ താങ്ങിയ നാവമേ, ഓ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാവമേ, ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാവമേ. ഹല്ലേലൂയ. പാട്ടുകാരൻ പറയുക, യോർദാൻ കലങ്ങി മറിയും ജീവിതഭാരങ്ങൾ. ആമേൻ. ഏലിയാവിൻ പുതപ്പെവിടെ? നിന്റെ വിശ്വാസത്തിന്റെ ശോധനയിൽ. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മളോട് ചോദിക്കുക, നിന്റെ പുതപ്പെവിടെ? ആമേൻ. പലപ്പോഴും ജീവിതത്തിൽ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഏറുമ്പോൾ മാറിയിരുന്ന് കരയാറുണ്ട്. നാം പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ മേൽ ദൈവം ഒരു പുതപ്പിട്ടിട്ടുണ്ട്, ഒരു നിയോഗത്തിന്റെ പുതപ്പ്. ഹല്ലേലൂയ. ഏലിയാവിൽ നിന്ന് എലീശയിലേക്ക് ആ പുതപ്പ് എറിയപ്പെടുമ്പോൾ ഇരട്ടി പങ്കാണ്, അഭിഷേകത്തിന്റെ ഇരട്ടി പങ്കാണ് ആ പുതപ്പിലുള്ളത്. ദൈവം ഒരു നിയോഗം നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്, അഭിഷേകത്തിന്റെ ഒരു പുതപ്പ് ദൈവം നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും യോർദാൻ കലങ്ങി മറിയുന്നത് പോലെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ആ പുതപ്പ് എവിടെയോ മറന്നുപോയതുപോലുള്ള അവസ്ഥകളാണ് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നത്. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മളോട് ചോദിക്കുകയാ, നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ പുതപ്പ് എവിടെ? നിന്റെ മേൽ പകർന്ന അവൻ അഭിഷേകത്തിന്റെ പുതപ്പ് എവിടെ? ആ അഭിഷേകം നുറുക്ക് അന്യഭാഷ പറയുവാൻ വേണ്ടി മാത്രമുള്ളതല്ല. യോർദാൻ പോലെ കറങ്ങി മറിയുന്ന സാഹചര്യങ്ങളെ നോക്കി വഴിമാറ്, എന്റെ മുൻപിൽ നിന്ന് തടസ്സങ്ങളെ മാറിപ്പോ എന്ന് പറയാനുള്ള ആ അഭിഷേകത്തിന്റെ ശക്തി എവിടെ? ഇന്ന് പകൽ ദൈവാത്മാവ് ഹല്ലേലൂയ ആരോടൊക്കെയോ സംസാരിക്കുകയാ. പണ്ട് കാലങ്ങളിൽ ദൈവം പകർന്നൊരു അഭിഷേകത്തിന്റെ പുതപ്പുണ്ട്, ദൈവം നിങ്ങളുടെ മേലിട്ട ഒരു അഭിഷേകത്തിന്റെ പുതപ്പുണ്ട്. എന്നാൽ ജീവിത പ്രശ്നങ്ങൾ ഏറുമ്പോൾ അത് മറന്നുപോയി. ആമേൻ. അത് എങ്ങോ കൊണ്ട് കളഞ്ഞുപോയി. എന്നാൽ ഇന്ന് പകൽ അവൻ ഒന്ന് മടങ്ങുക, കർത്താവേ ആ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് എന്റെ മേലൊന്ന് പകരണമേ എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ആ കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി. ഹല്ലേലൂയ. ആ കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി അവൻ അപ്പായോടൊന്ന് പറ, കർത്താവേ ആ അഭിഷേകത്തിന്റെ അവൻ ആ പുതപ്പ് എന്റെ മേലൊന്ന് ഇടണമേ കർത്താവേ. അഭിഷേകത്തിന്റെ ഇരട്ടി വ്യാപാരം എന്റെ മേലൊന്ന് പകരണമേ കർത്താവേ. യോർദാൻ സമമായ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ എന്റെ മേൽ അവിടുത്തെ കൃപ ധാരാളമായി പകരണമേ കർത്താവേ. ഓ ഹല്ലേലൂയ. ഓ യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, ഏലിയാവിൽ പുതപ്പെവിടെ? നിന്റെ വിശ്വാസ ശോധനയിൽ. ചെല്ലു പാടട്ടെ. ഏലിയാവിൽ പുതപ്പെവിടെ? നിന്റെ വിശ്വാസ ശോധനയിൽ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ, എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം വൻഭുജത്താ എന്നെ താങ്ങിയ നാവമേ. ഇന്നയോളം തന്റെ ഭുജത്താൽ, ഇന്നയോളം ഓ എന്നെ താങ്ങിയ നാവമേ. ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ താഴെ. സഭയൊന്നാകെ പാടേണ്ട കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി. ഓ ഹല്ലേലൂയ പാടിയിടും. സ്വരത്താൽ സ്വരത്താൽ നായി
നയിച്ചതിനാൽ എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയുകയില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയു എൻ തല ചായ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശു. വിശ്വസിക്കുന്നവർ ചേർന്ന് മാറട്ടെ. എനിക്ക് തല ചായ്പാൻ ഒരു മാർവിടമുണ്ട്. അത് കേവലം മനുഷ്യന്റെ മാറല്ല, അവൻ എനിക്ക് വേണ്ടി തകർന്ന മാറിടം, എന്റെ യേശുവിന്റെ മാർവിടം എനിക്ക് വേണ്ടിയുണ്ട് എന്ന് ഉറപ്പുള്ളവരെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പാടട്ടെ. ദൈവം നടത്തിയ വഴികളെ ഓർത്ത്, ദൈവം പുലർത്തിയ വിധങ്ങളെ ഓർത്ത് ഇന്ന് പകൽ നിറകണ്ണുകളോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ ചേർന്ന് പാടട്ടെ. ഹല്ലേലൂയ പാടിയിടും ആകുലവനത്താൽ നടത്തിയതാൽ. സ്വരത്താലനെ നയിച്ചതിനാൽ നന്ദി കർത്താവേ. ഞങ്ങൾ അങ്ങേക്ക് ഹല്ലേലൂയ പാടുന്നേ. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. പകരം നൽകി കൊടുക്കുവാൻ ഒന്നുമില്ല. എന്നെ തന്നെ സമ്പൂർണമായി അവിടുത്തെ പാദപീഠത്തിലേക്ക് നൽകുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഒരു നിമിഷം ഹൃദയങ്ങളെല്ലാം ഏകാഗ്രമാക്കി നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ എന്ന് പറയുവാൻ കഴിയുന്നു. ഓ എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കൂറുകിട്ടില്ല. എന്നെ ഒരു നാളിലും കൂറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു താരെനിക്കുണ്ട്.
കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞിരിക്കണം. എല്ലാ തലകളും മുടക്കി ആരാധനയ്ക്ക് യോഗ്യനായ, സ്തുതികൾക്ക് യോഗ്യനായ, മഹത്വത്തിന് യോഗ്യനായ ദൈവത്തിന് ഹല്ലേലൂയ. നമ്മെ നടത്തുന്ന ആ വഴികളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിത പ്രശ്നങ്ങളേറുമ്പോൾ പ്രതികൂലങ്ങളുടെ നടുവിൽ ആമേൻ ഭയപ്പെട്ട് മാറി നിൽക്കുവാനല്ല, പ്രതികൂലങ്ങൾ കണ്ട് ഒളിച്ചോടുവാനല്ല കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് തൻ്റെ വിശേഷമായ അഭിഷേകം നമ്മുടെ മേൽ കർത്താവ് പകർന്നിട്ടുണ്ട്. ആമേൻ. അഭിഷേകത്തിൻ്റെ പുതപ്പ് നമ്മുടെ മേൽ വീണിട്ടുണ്ട്. ഇന്ന് പകൽ ദൈവം നമുക്ക് നൽകി തന്നിട്ടുള്ള ആ നിയോഗത്തിൽ ആമേൻ വിശ്വസിച്ച് ദൈവം നമ്മുടെ മേൽ പകർന്ന് ആ അഭിഷേകത്തിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് ഗമിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ വരുന്നത് ആമേൻ ദൈവം നമ്മെ പരീക്ഷിക്കുകയല്ല, ദൈവം നമ്മെ പരിശോധിക്കുകയാ. ആമേൻ. ഒരു തട്ടാൻ ആമേൻ സ്വർണം ഊതി ഊതി കഴിച്ച് അതിൽ നിന്ന് കീടം മാറ്റി ആമേൻ അതിന് തിളക്കമേറുന്നത് പോലെ, അതിന് മൂല്യമേറുന്നത് പോലെ ഇന്ന് പകൽ ദൈവം നമ്മെ പരിശോധിക്കുന്നത് നമ്മെ തകർത്ത് കളയാനല്ല. ദൈവം നമ്മെ പരിശോധിക്കുന്നത് നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. ഇന്ന് പകൽ ഇത് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ തലസ്ഥാനങ്ങളിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. നാം ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോകുകയാ. ആമേൻ. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ, ആമേൻ തട്ടാന് മൂല്യമേറിയ പൊന്നാക്കുവാൻ കർത്താവ് ഇന്ന് പകൽ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആമേൻ. ആ ശോധനയിൽ തളർന്നു പോകാതെ, പതറിപ്പോകാതെ നിലനിൽക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ചേർന്ന് കരങ്ങളെ അടിച്ച് ആത്മനിറവിൽ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. ചെറുപാറട്ടെ. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ നിന്നെ തകർക്കുവാൻ, നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്നേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്നേതാണേ. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ. പതറിയിടല്ലേ, അവൻ കണ്ണുനീരിലും തളർന്നിടല്ലേ. ദൈവം നമ്മോട് പറയുക, ഞാൻ നിന്റെ ദൈവമാ, നീ എന്റെ മകനാ, അവൻ നീ എന്റെ മകളാ. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട, പതറേണ്ട, തളരേണ്ട. ഞാൻ നിന്നോട് കൂടെയുള്ളത് വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ചേർന്നുമാറട്ടെ. നിന്നെ കുറ്റം വീതിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ. പേറുപ്പില്ലാതെ മുന്നോട്ട് പോകുവാൻ
നിന്റെ കൂടെ. നിന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞു ഓ പിന്മാറിപ്പോയിടല്ലേ. പേരുമില്ലാതെ മുന്നോട്ട് പോകുവാൻ യേശുവെന്നും നിന്റെ കൂടെ. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും ഓ തളർന്നിടല്ലേ. ഞാനെല്ലാം നിന്റെ ദൈവം, നീയെല്ലാം എന്നേതാണേ. ഞാനെല്ലാം നിന്റെ ദൈവം, നീയെല്ലാം എന്നേതാണ്. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പാടുതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പാടുതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും ഓ തളർന്നിടല്ലേ. ഞാനെല്ലാം നിന്റെ ദൈവം, നീയെല്ലാം എന്നേതാണേ. ഞാനെല്ലാം നിന്റെ ദൈവം, നീയെല്ലാം എന്നേതാണേ. കാലുകളേറെ കുറെ വഴുതി പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെ കുറെ വഴുതി പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, നിന്നെക്കാൽ വഴുതുവാൻ. വിശ്വാസത്തോടെ ഇതെന്റെ സാക്ഷ്യമാണെന്ന് പറയുവാൻ കഴിയുന്നവർ ചേർന്ന് കർത്താവിനെ മൗനപ്പെടുത്തട്ടെ. ഇടവന്നില്ല ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു വിശ്വാസത്തോടെ പാടട്ടെ. യേശു നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മുടെ യേശു ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ. ലഭിച്ചത് ഉള്ളിൽ പോലും നിനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ. ലഭിച്ചത് ഉള്ളിൽ പോലും നിനച്ചതല്ല. ദയതോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ. ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നേ. ഓ ദയതോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ. ആയുസ്സെല്ലാം നിനക്കായി. വിശ്വാസത്തോടെ പാടട്ടെ. ഹല്ലേലൂയ, യേശു ജീവിക്കുന്നു ആയതിനാൽ ഞാനും ജീവിക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഉറ്റോരും മുളയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴും. ഉറ്റോരും മുളയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഓ നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് കർത്താവിന് ഹല്ലേലൂയ പാടട്ടെ. ഇന്ന് മകൾ നമ്മെ ഉദ്ധരിച്ച ദൈവത്തെ, നമ്മെ വിടുവിച്ച ദൈവത്തിന് ഹല്ലേലൂയ പാടട്ടെ. യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു. വിശ്വസിക്കുന്നവർ ചേർന്ന് യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. നമുക്ക് വേണ്ടി യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ആയതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല, യേശു എനിക്ക് വേണ്ടി ജീവിക്കുന്നു.
ഓ ആമേൻ ഹല്ലേലൂയ നമ്മോട് യേശു ജീവിക്കുന്നു ഓ ഹല്ലേലൂയ ഹല്ലേലൂയ വിവാര ശാരാദേരേ റംബാരം ദാരദനാരവര ശബരാദരവ വിവരവൗഡവരം വരവൗഡവരം ദേ റവരം ശരവൗഡവര വിദരാദരവൗഡവരം വര ശരവരവൗഡേരദനാരദനേ ശരദനവൗഡവാരവൽഖരാദരാദിയാനവ വിവരവം ശരാദരാദനദരേ അർത്ഥരവൗഡവാരവ ശബരാദരാദിയാനവ യേശു ജീവിക്കുന്നു യേശു ജീവിക്കുന്നു യേശു ജീവിക്കുന്നു ആരാരം ദാരദനാരവര ശരദനാരദനവൗഡവര ഗുരവാരവരം വരവൗഡവരേ അർത്ഥരാദരാദിയാനവ ഗുരവാരവരം വരവൗഡവരം ദേരദനാരദനേരവര ആത്മനിറവിൽ കർത്താവിനെ മൗനപ്പെടുത്തട്ടെ ആത്മാവിന്റെ നിറവിൽ ഓ ഇന്ന് പകൽ ഹല്ലേലൂയ ഈരാധാരം ഭാരതന ശരവൗഡവരേ ഹത്താരദനദരാദനവൗഡവരം ദേരദന ശദനവൗഡവാരവ ഓരവരവരവ ശദരദനദിയാദര ഓ ഹല്ലേലൂയ ഹല്ലേലൂയ യേശു ജീവിക്കുന്നു ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നവരാധനവൗഡവരം വരവം ശ്രീരാരാധനേ രാധാരാധനേ ശാദാരം താരേ ഓ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഇന്ന് മകൻ നേരിടുന്ന പ്രതികൂലങ്ങളെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ അവിടുത്തെ ആ ശക്തി മതിയാകും കർത്താവേ എന്ന് പറയുവാൻ കഴിയുന്ന പ്രിയപ്പെട്ടവൻ ഓ തന്റെ ജനത്തിനു വേണ്ടി നീട്ടപ്പെടുന്ന ഒരു കരവും അവൻ ചായച്ചു കേൾക്കുന്ന ഒരു ചെവിയും ഇന്ന് പകൽ ആത്മാവിൽ ഇതിനകത്തുള്ളതിനാൽ അതെന്റെ ജീവിതത്തിന്റെ ഒരു നന്മയായി മാറുമെന്ന്, അതെന്റെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറുമെന്ന് ആത്മാവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മസാന്നിധ്യം ആലയത്തിനകത്ത് ഇറങ്ങട്ടെ. പടികൂടാതെ ദൈവത്തെ സ്തുതിക്കുക, ലജ്ജ കൂടാതെ ദൈവത്തെ അന്യഭാഷയിൽ ആരാധിക്കുക, ലജ്ജ കൂടാതെ ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ റദല ജഗന ജരദര ദിഗമന ബരബര ൂടാരാധനരികൾ കടകരകന റന്ദരാധനാദിയാൽ ചിലരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ മഹത്വം ഇറങ്ങുന്നു. ചില കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്നു. ആഴമായ യേശുവിൻ നാമത്തിൽ
നന്ദി പറയാൻ കഴിയുന്ന ദൈവമക്കൾ, നന്ദി പറയാൻ കഴിയുന്ന ദൈവമക്കൾ, കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്വന്തം പറയാൻ പറ്റുന്നവർ. അപ്പന്റെ സ്നേഹം അനുഭവിക്കുന്നവർ, യേശോപ്പയുടെ സ്നേഹം അനുഭവിക്കുന്നവർ, യേശോപ്പയുടെ കരുതൽ അനുഭവിക്കുന്നവർ. യേശുവിൻ ആരാധന, 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 അർക്കമാന ബൗഡവേദാരമന ബൗഡരാധന ദിഗമന ബല ബലമ ഉടര ബര 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 ബര. ചില ചോദ്യങ്ങൾക്ക് മറുപടിയായി സ്വർഗം ഇന്നു പകൽ ആലയത്തിനകത്ത് ഇറങ്ങി വരികയാണ്. ഞാൻ ആ സ്റ്റേറ്റ്മെന്റ്സ് വീണ്ടും ആവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിനകത്ത് അത് തന്നെ വിളിച്ചു പറയാൻ പറയുന്നു. ചിലരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി യേശു ഇറങ്ങി വരുന്നു. നിന്റെ ചോദ്യത്തിന്റെ മറുപടി യേശുവാണ്. നിന്റെ ചോദ്യത്തിന്റെ മറുപടി യേശുവാണ്. നീ എത്ര തവണ ദൈവത്തോട് ചോദിച്ചു എനിക്കറിയില്ല, നീ ഏത് വിഷയം ചോദിച്ചു എനിക്കറിയില്ല, പക്ഷെ ഇന്ന് പകൽ ആത്മാവിൽ ആത്മാർത്ഥമായി ഞാൻ പ്രവചിച്ചു പറയുകയാണ്, ചില ചോദ്യത്തിന്റെ മറുപടി എന്റെ യേശുവാ. എന്തുകൊണ്ട് താമസിക്കുന്നു എന്നായിരിക്കാം, കർത്താവെ നീ കാണുന്നില്ല എന്നായിരിക്കാം, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്നായിരിക്കാം, പക്ഷെ ഇന്ന് മറുപടി ഇതിനകത്ത് വെളിപ്പെട്ടു വരിക. ഇതിനകത്ത് എന്റെ യേശുവിന്റെ മറുപടി വെളിപ്പെട്ടു വരിക. ഇതിനകത്ത് എന്റെ കർത്താവിന്റെ മറുപടി വെളിപ്പെട്ടു വരിക. ഹല്ലേലൂയ. ഇത് കേവലം ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. ഇന്ന് പകൽ ഇത് നിന്നോടുള്ള പ്രവചനമാണ്. ഇന്ന് പകൽ ഇത് നിന്നോടുള്ള പ്രവചനമാണ്. ഹല്ലേലൂയ. നിന്റെ പ്രായം എന്തുമാകാം, നിന്റെ സാഹചര്യം എന്തുമാകാം, പക്ഷെ ഇത് നിന്നോടുള്ള പ്രവചനമാണ്. എന്തുകൊണ്ട് വൈദ്യന്മാരാൽ ഏറിയോ ഒന്ന് സഹിക്കുന്നിടം വരെ യേശു കാണാതെയിരുന്നു, യേശുവിനെ കാണാതെയിരുന്നു? എന്തുകൊണ്ട് ഭൗതികമായ വസ്തു നന്മകൾ മുഴുവൻ വിറ്റു തീരുന്നിടം വരെ യേശു കാണാതിരുന്നു, യേശുവിനെ കാണാതിരുന്നു? സകലതും തീർന്നതിനു ശേഷം എല്ലാം കഥ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആമേൻ, എന്തിന് യേശു മറ്റൊരു യാത്രയുടെ നടുവിൽ ആമേൻ ഇവൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നു? ഒറ്റ മറുപടി, കർത്താവിന്റെ പദ്ധതികൾ വെളിപ്പെട്ടേ മതിയാകും. എന്തുകൊണ്ട് രോഗിയായിരുന്നപ്പോൾ ലാസറിന്റെ വീട്ടിൽ വന്നില്ല? എന്തുകൊണ്ട് മരിച്ചപ്പോൾ ലാസറിന്റെ വീട്ടിൽ വന്നില്ല? എന്തുകൊണ്ട് ഫ്യൂണറലിന് അടക്കത്തിന് വന്നില്ല? എന്തുകൊണ്ട് 4 ദിവസം കഴിഞ്ഞപ്പോ നാറ്റം വമിച്ചു എന്നെല്ലാവരും പറയുമ്പോ എന്റെ യേശു വന്നു? ഒറ്റ മറുപടിയേ ഉള്ളൂ, യേശുവിന്റെ മഹത്വം വെളിപ്പെടണം, അവന്റെ പദ്ധതികൾ വെളിപ്പെട്ടു വരണം. ഇന്നു പകൽ ആത്മാവിൽ ആത്മാർത്ഥമായി ഞാൻ ആരോടോ പറയുന്നു, നിന്റെ ചോദ്യം എന്തുകൊണ്ട്, നിന്റെ ചോദ്യം എന്തുകൊണ്ട്, നിന്റെ ചോദ്യം എന്തുകൊണ്ട്? ഇത് ഒരാളിലല്ല, ഒന്നിലധികം വ്യക്തികളിൽ, കുടുംബങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ചോദ്യം. എന്നാൽ ഇന്നും മറുപടി എന്നോട് കർത്താവ് പറയുന്നു, നിന്നിലൂടെ എന്റെ ദൈവത്തിന്റെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. എന്റെ ദൈവത്തിന്
ആഗ്രഹമുണ്ട്, എന്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്, എന്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഞാൻ ആരോടോ ആത്മാർത്ഥമായി പറയുന്നു, എല്ലാവരെയും പോലെ അല്ല നീ ഒരു വ്യത്യസ്തയാണ്, നീ ഒരു വ്യത്യസ്തനാണ്. എല്ലാ കുടുംബത്തെ പോലെ അല്ല നിന്റെ കുടുംബം ഒരു വ്യത്യസ്തമാണ്. നിന്നെ കാണുന്ന ഒരു ദൈവം ഇവിടെയുണ്ട് കേട്ടോ. ഇതാരുടെയോ ചോദ്യത്തിന്റെ മറുപടി ഞാൻ പറയാം. നിന്നെ കാണുന്ന ഒരു ദൈവം ഇന്ന് ഈ പകൽ ആലയത്തിനകത്തുണ്ട്. ഇന്ന് പകലെ ആലയത്തിനകത്ത് നിന്നെ കാണുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ടെന്ന്. ഹലോ, നിന്നെ കാണുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ടെന്ന് ഒന്നുകൂടെ പറഞ്ഞോട്ടെ. നിന്നെ കാണുന്ന ഒരു ദൈവം ഇതിനകത്തുണ്ട്. ഒന്നുകൂടെ ഞാൻ ആത്മാവിൽ ആ ദൂത് ദൈവം ആഗ്രഹിക്കുന്നവരുടെ ഹൃദയത്തിനകത്തേക്ക് ഒന്ന് കുത്തിക്കയറാൻ, ഒന്ന് ഇടിച്ചു കയറാൻ ഞാൻ ആ വാക്ക് വീണ്ടും പറയാണ്. കാരണം ഞാൻ ആ പറയുമ്പോൾ ആ വാക്ക് തിരിച്ചു വരുന്നതായിട്ട് എനിക്കറിയാം. അവൻ ദൈവം ആഗ്രഹിക്കുന്ന ചിലരോട് ഞാൻ പറയുന്നു, അവൻ ദൈവം ഇവിടെ ഉണ്ട്. നിന്നെ കാണുന്നവൻ ഇവിടെയുണ്ട്. എത്ര പേര് പറയും എന്നെ അറിയുന്ന ഒരു യേശുണ്ട്? ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ സമയം ഇതിനകത്തൊരു വലിയ ദൈവപ്രവൃത്തി നടക്കാൻ പോകുകയാണ്. ഈ ഉയർത്തപ്പെട്ട കരം നിന്റെ ജയമാണ്. ഈ ഉയർത്തപ്പെട്ട കരം നിന്റെ സൗഖ്യമാണ്. ഈ ഉയർത്തപ്പെട്ട കരം ആരോടോ ഞാൻ പറയുന്നു, ചിലതിനെ ജയിക്കാനുള്ള ഒരു അഭിഷേകം കൈമാറുക. ചിലതിനെ ജയിക്കാൻ ഒരു അഭിഷേകം, ചിലതിനെ ജയിക്കാൻ ഒരു അഭിഷേകം. സാമങ്ങളെ ഇത് ആത്മാവിലൊന്ന് ഏറ്റെടുക്കാമോ? എനിക്കറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് 3 എന്നൊരു നമ്പർ ഇട്ടിട്ട് എന്നോട് പറയുന്നു, 3 വിഷയത്തിൽ. ഞാൻ ആ പദം കേൾക്കുന്നത് കൊണ്ട് വിത്ത് റെസ്പെക്ട് അത് അങ്ങനെ പറഞ്ഞോട്ടെ. 3 വിഷയത്തിൽ നിന്നെ ജയിപ്പിക്കാൻ എന്റെ സ്പെഷ്യൽ അനോയിന്റിങ് ഞാൻ നിന്റെ മേൽ അയക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, വിത്ത് റെസ്പെക്ട് ആണ്, സ്നേഹത്തോടെയാണ്, ബഹുമാനത്തോടെയാണ്. പക്ഷെ ആ കേൾക്കുന്ന വാക്ക് അതുപോലെ കൊണ്ടുവരാനുള്ള എൻ്റെ ഒരു ദാഹം കൊണ്ട് ഞാൻ പറയുകയാണ്. 3 വിഷയത്തിൽ അവൻ അതിനെ ജയിക്കാൻ ഒരു അഭിഷേകം ഇന്ന് പകൽ ഞാൻ നിന്റെ മേൽ കൈമാറുന്നു എന്ന് പ്രിയ സാമംഗലിനോട് ആത്മാവിൽ പ്രവചിക്കാൻ ഇന്ന് പകൽ സ്വർഗം ഇതിനകത്ത് എനിക്ക് ശക്തി പകരുകയാണ്. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് കരങ്ങൾ ഉയർത്താൻ പറ്റുന്ന കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് കരങ്ങൾ ഉയർത്തി. പ്രത്യേക രോഗികളായവർ നിങ്ങൾ കരം ഉയർത്തിപ്പിടിച്ചോ. അസാധാരണ സൗഖ്യം സംഭവിക്കും. അസാധാരണ സൗഖ്യം, അസാധാരണ സൗഖ്യം. അവൻ അടുത്തൊരു പദം എന്നോട് ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, തകർന്നു. അതെ, തളർന്നു എന്നല്ല, തകർന്നു എന്ന് നീ പറയുന്നിടത്ത്. വീണ്ടും ആ പദം ഒന്നുകൂടെ ആവർത്തിക്കാൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗം എന്റെ അകത്ത് നിൽക്കുന്നു. തകർന്നു എന്ന് പറയുന്നിടത്ത് നിന്നെ പണിയുന്ന ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ ആ പദം ഒന്നുകൂടെ പറയാൻ കർത്താവിന്റെ അകത്ത് നിയോഗം തരികയാണ്. തകർന്നു എന്ന് നീ പറയുന്നിടത്ത് നിന്നെ പണിയാൻ ദൈവത്തിന്റെ അഭിഷേകം ഇതിനകത്ത് ഇറങ്ങുക. ഈ 2 വിഷയത്തിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് അത്ഭുതം ചെയ്യുന്നു. ഈ 2 വിഷയത്തിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് അത്ഭുതം ചെയ്യുന്നു. അത് റിസീവ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പന്റെ ആ സ്നേഹത്തിലേക്ക് ഇറങ്ങി. ചേർന്നൊന്ന് പാടിക്ക്. ഓർത്തിടുമ്പോൾ ഇതൊരു അത്ഭുതം. ഇന്ന് പകൽ ചിലരുടെ ലൈഫ് അത്ഭുതമാവും. ഞാൻ വീണ്ടും 2 കാര്യം ഒന്നോട് പറഞ്ഞോട്ടെ. തകർന്നെന്ന് പറയുന്നിടത്ത് ദൈവം നിനക്കൊരു അഭിഷേകം പകരാൻ പോകുകയാണ്. അവിടെ പുതിയത് ചിലത് നീ പണിയും. രോഗത്തിന്റെ മേൽ ഏത് രോഗമെന്നില്ല എനിക്കറിയില്ല. എന്നോട് അപ്പം അങ്ങനെ പറയുന്നു, രോഗങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക, എന്റെ സൗഖ്യം വീഴാൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയുന്നു, രോഗത്താൽ ഭാരപ്പെടുന്നു പ്രാർത്ഥിക്കുമ്പോൾ, സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അവൻ വർഷിപ്പിൽ നിൽക്കുന്ന മക്കൾ ആ ഗാനത്തിന്റെ ആ വരികൾ ചേർന്നൊന്ന് പാടും. ഓർത്തിടുമ്പോ അത്ഭുതമേ സഭ പ്രാർത്ഥിക്കുന്നു. സ്തോത്രമല്ല ഒന്നുമില്ലേ ഇതുവരെ നമ്മൾ വ്യാപരിച്ച ദൈവശക്തി.
ദൈവശബ്ദങ്ങൾക്ക് മുൻപിൽ പൂർണ്ണമായ ഒരു സമർപ്പണത്തോടെ കർത്താവിൻ്റെ ആലയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിൽ നമുക്ക് കർത്താവിൻ്റെ തിരുമേശയിലേക്ക് അവിടുന്ന് നമ്മുടെ കരങ്ങളെ നീട്ടും. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യൂദയുടെ ലേഖനം അതിൻ്റെ 1-ാം വാക്യം മുതൽ ചില വാക്യങ്ങൾ ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ പ്രാസംഗികൻ ആരായിരിക്കും എന്നുള്ളതല്ല, ദൈവ വചനമാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. കേൾക്കുന്ന വചനം അത് ആർക്കു വേണ്ടിയാണോ എന്നുള്ളത് അവരവരാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഒരു മെസ്സേജ് ഒരു ദിവസം പറഞ്ഞാൽ ഒരാളെങ്കിലും അത് ഏറ്റെടുക്കും. അത് വ്യക്തിയെ നോക്കിയല്ല, ദൈവം എന്നോട് സംസാരിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മോട് ഇടപെടുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യമാണ് അത് നമുക്ക് ഒരുക്കി തരുന്നത്. ഈ ദിവസങ്ങൾ ആ സാന്നിധ്യത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. ആമീൻ. സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടുമിരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. ആമീൻ. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ അടയ്ക്കാം. വിശ്വസ്ത ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് അങ്ങയുടെ പാദപീഠത്തെങ്കിലായിരുന്ന നിമിഷം മുതൽ വലിയ സാന്നിധ്യവും അനുഭവിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. തിരുമേശയിൽ ഭാഗവാക്കാകുവാൻ നിൻ്റെ മക്കളായ അടിയങ്ങളെ നീ സഹായിച്ചു. പിന്നെയും ദൈവവചനത്തിലായിരിക്കുമ്പോൾ നിൻ്റെ മക്കളോട് ഇടപെടണമേ കർത്താവേ. കർത്താവേ, അടിയനൊന്നുമില്ലെന്ന് ഒരിക്കൽ കൂടി സമ്മതിക്കുന്നു. മോശയുടെ നാവിനോട് കൂടെ ഇരുന്നവനായ കർത്താവ് അടിയനെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ. പ്രൈസ് ഗോഡ്. യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് യൂദയുടെ ലേഖനം വായിക്കുമ്പോൾ നമുക്കറിയാം ഇത് എങ്ങനെ ഉള്ളവർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത് ആണ് എന്നൊക്കെയും അതിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആമീൻ. ദുരുപദേഷ്ടക്കാർക്കും ദുരുപദേശങ്ങൾക്കും എതിരായി ഉള്ള മുന്നറിയിപ്പ് എന്ന് അത് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ നമുക്കറിയാം, ദുരുപദേഷ്ടക്കാർ എന്ന് പറയുമ്പോൾ അവർ ദുരുപദേശങ്ങളുമായി കടന്നു വരുന്നവരാണ്. ഇത് രണ്ടും ഒന്ന് തന്നെ. ദുരുപദേശങ്ങൾ ആമീൻ സഭയിൽ കൊണ്ടുവരുന്നവർ, മറ്റ് ഇടങ്ങളിൽ കൊണ്ടുവരുന്നവർ, ഇതൊക്കെയും അതിനുവേണ്ടി തന്നെ നിൽക്കുന്ന ചില വ്യക്തികളാണ്, അതിനുവേണ്ടി മാത്രമായിട്ട്. അപ്പം അവർ യഥാർത്ഥമായി ദൈവത്തെ അറിയുന്നവരല്ല, ദൈവത്തിന് എതിരായിട്ട് നിൽക്കുന്നവരാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രവൃത്തി അറിയാം, എന്നാൽ അതിന് എതിരായി നിൽക്കുന്നവരാണ് ഈ ഉപദേഷ്ടാക്കൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ നമ്മുടെ സഭകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ, ചില ആലോചനകൾ വരുമ്പോൾ അതിനൊക്കെ എതിരായിട്ട് പറയുന്ന വ്യക്തികളെ നമുക്ക് കാണാം. കാരണം അവർക്ക് അതിന് ഭാഗവാക്കാകാൻ സാധിക്കാത്തത് കൊണ്ട് അതിനെ എതിർക്കുന്നു. മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളിലൊക്കെയും ഈ വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. ചില സ്ഥാന മോഹങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ എതിർക്കുന്നവരുണ്ട്. അവരുടെ ആവശ്യം എനിക്ക് ആകണം, ഞാനെന്നുള്ള ഭാവം, ഇതൊക്കെയാണ് അങ്ങനെ ഉള്ള അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ നമ്മൾ ആരാധന തുടങ്ങിയപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചത് തന്നെ ഒരു താഴ്മയുടെ അനുഭവം ആമീൻ നമ്മൾ മുൻപിൽ കൊണ്ടുവന്നുകൊണ്ട് തുടങ്ങണം എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ മനസ്സിലിരിക്കുന്നത് ചിന്തകളൊക്കെ വിട്ട് യഥാർത്ഥമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഒന്നുമില്ല അപ്പാ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴാണ് നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരുന്നത്. ദിവസങ്ങളിൽ നമ്മളൊക്കെയും കുറവുകളുണ്ട്, ഇല്ല എന്നല്ല, എന്നാൽ ദൈവത്തിൻ്റെ സന്നിധി താഴ്ത്തി ഏൽപ്പിക്കുന്ന ഒരു അനുഭവം. മറ്റുള്ളവരുടെ നന്മയെ കാണുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ അത്ഭുതമാണ്. മറ്റുള്ളവരുടെ നന്മയെ കാണുമ്പോൾ അസൂയപ്പെടുന്ന അനുഭവമാണ് നമുക്കുള്ളത് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ.
അതുകൊണ്ട് ഈ ദിവസം നമുക്ക് ആർക്കും ഒന്നും കൊടുക്കാൻ സാധിച്ചില്ല എങ്കിലും മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ ആമീൻ ഒരു ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷെ നമ്മുടെ കയ്യിലില്ലായിരിക്കും ഒരാൾക്ക് കൊടുക്കാൻ, അവരുടെ ആവശ്യം പറയുമ്പോൾ. പക്ഷെ നമുക്കൊരു മനസ്സുണ്ട് കൊടുക്കണമെന്നുള്ള. ആ മനസ്സോടുകൂടി നമ്മൾ ഇടപെടുമ്പോൾ അവർക്ക് സന്തോഷമായി തീരും. നമ്മൾ കൊടുത്തില്ല എങ്കിലും നല്ല വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരുമ്പോഴാണ് അത് നല്ല ഉപദേശമായി തീരുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവ മക്കളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ അത് നല്ല ഉപദേശമായി തീരുമ്പോൾ നമ്മൾ നല്ല ഉപദേഷ്ടാക്കൾ എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പാസ്റ്റർ പലപ്പോഴും പറയുന്ന ഇവിടെ നിന്ന് മെസ്സേജ് പറയുമ്പോൾ അല്ലെ ഇവിടെ നിന്ന് ആരാധിക്കുന്ന സമയത്ത് എല്ലാവരുടെയും മുഖം ശ്രദ്ധിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും ഭാവം തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. യഥാർത്ഥമായ ദൈവകൃപയിൽ നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോഴും ആരാധിക്കുമ്പോഴും വചനം പറയുമ്പോഴൊക്കെയും ഓരോരുത്തരുടെയും ഭാവം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പറയുമ്പോൾ അത് ഏറ്റെടുക്കുന്ന അനുഭവം കാണുമ്പോൾ നമുക്ക് പിന്നെയും ധൈര്യം വരികയാണ്. എൻ്റെ വചനം, ഞാൻ പറയുന്ന വചനം, ദൈവവചനം അത് ഏറ്റെടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് എനിക്ക് പിന്നെയും ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ ഇടയാകത്തുള്ളൂ. അല്ല, ആരും ഏറ്റെടുക്കുന്നില്ല, അതിനാരും പ്രതികരിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്കിവിടെ നിൽക്കുമ്പോൾ ഒരു ധൈര്യം കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ എവിടെയായിരുന്നാലും ഏതാരാധനയിലായിരുന്നാലും ആമീൻ ദൈവത്തോടു കൂടെ ആണ് എന്നുള്ള ചിന്തയോടുകൂടി, ഇന്ന് സംസാരിക്കുന്നത് എന്നോടാണ് എന്നുള്ള ചിന്തയോടുകൂടി ആയിരിക്കുന്നു എങ്കിൽ തീർച്ചയായും ദൈവം നമ്മോട് ഇടപെട്ടുകൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചു, യാക്കോബിന്റെ സഹോദരനായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. അപ്പോൾ എങ്ങനെ ഉള്ളവർക്കാണ് ഈ ലേഖനം എഴുതപ്പെട്ടത് എന്ന് നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകും. ഞാൻ ഈ ലേഖനം മൊത്തം വായിക്കാനൊന്നും ആഗ്രഹിക്കുന്നതിനുള്ള സമയം തന്നില്ല. 20 മിനിറ്റേ ഉള്ളൂ. 19 മിനിറ്റ് ആകുമ്പോൾ ഞാൻ നിർത്തും. അതുകൊണ്ട് ആരും വിഷമിക്കരുത്. ആമീൻ. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടുന്ന് 2 വാക്കുകൾ ഇതിൽ നിന്ന് ഞാൻ എടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, സൂക്ഷിക്കപ്പെടും. രണ്ടാമത്തേത്, വിളിക്കപ്പെടും. ഹല്ലേലൂയ. ആമീൻ. സൂക്ഷിക്കപ്പെടും എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ നമുക്കറിയാം, ആദ്യം തന്നെ പറയുന്നുണ്ട്. ആമീൻ. ഹല്ലേലൂയ. ഒരു സൂക്ഷിച്ചു വെക്കുന്ന അനുഭവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ വീടുകളിലൊക്കെയും പല സാധനങ്ങളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന അനുഭവമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പലതും യേശുവിനായി സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ ആമേൻ, അത് വലിയ വിടുതലാണ്. നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് അത് നമ്മുടെ മനസ്സിലായാലും വെളിയിലായാലും പുറത്തായാലും സഭയിലായാലും യേശുവിനു വേണ്ടി എന്തെങ്കിലും നമ്മൾ കരുതുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയമാണ്. ഒരിക്കലും അത് നഷ്ടമായി തീരത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ നമ്മെ ഉറപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, 5 താലന്ത് ലഭിച്ചവൻ അത് 10 ആക്കിയെങ്കിൽ അവൻ്റെ ആ വിശ്വാസം ഒന്ന് ഓർത്ത് നോക്കി. 5 എൻ്റെ കൈ തന്നുള്ളൂ എങ്കിലും അത് 10 ആക്കുമ്പോൾ ആമീൻ അതിനെ ഇരട്ടിയാക്കി കൊടുക്കുവാനുള്ള ഒരു മനസ്സ് ഉള്ളപ്പോൾ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. കാരണം വ്യാപാരം ചെയ്യുവാനുള്ള മനസ്സ്. എന്നാൽ 1 താലന്ത് കിട്ടിയവൻ എന്ത് ചെയ്തു? അവനും ആഗ്രഹം എന്താണ്? നഷ്ടപ്പെടല്ലേ, സൂക്ഷിച്ചു വെക്കണമെന്നുള്ള ആഗ്രഹമാണ്. അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നവരുണ്ട്. പക്ഷെങ്കിൽ അവന് കിട്ടുന്ന പേര് ദുഷ്ടദാസനെ എന്നുള്ളതായിരിക്കും. ഈ ദിവസങ്ങളിൽ ആ പേരല്ല നമുക്ക് വേണ്ടത്. നമ്മൾ സൂക്ഷിക്കുന്നത്, നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് അത് നന്മയ്ക്കായി തീരണം. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പലതും സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഇന്നിപ്പം ഫ്രിഡ്ജ് ഫ്രീസറൊക്കെ ആയപ്പോൾ നമുക്കറിയാം, കേടാകാതെ നമ്മൾ സൂക്ഷിച്ചു വെക്കും. കേടാകാതെ സൂക്ഷിച്ചു വെക്കുന്നത് അത് നമുക്ക് പിന്നെ ഉപയോഗിക്കുവാൻ വേണ്ടിയാണ്. അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് നമ്മൾ എടുക്കും. അത് കേടില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നത് കൊണ്ടാണ് പിന്നെയും നമ്മൾ അവിടെ സൂക്ഷിച്ചു വെക്കുന്നത്. ഒരിക്കലും എടുത്തിട്ട് പിന്നെ അവിടെ വെക്കാതിരിക്കുകയല്ല, നമ്മുടെ ഉറപ്പ്, ഞാൻ വെച്ചിരിക്കുന്നത് നഷ്ടമാകത്തില്ല എന്നുള്ള ആ ഉറപ്പ്.
ഈ ദിവസങ്ങളിൽ നമ്മൾ സൂക്ഷിക്കുന്നതൊക്കെയും അത് നഷ്ടമാകരുത് എന്ന് വിചാരിച്ചുകൊണ്ട്, എനിക്ക് പിന്നെയും അത് ആവശ്യമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ആയിരിക്കുന്നു എങ്കിൽ അതിൽ വലിയ ദൈവ പ്രവൃത്തി കാണുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ നമ്മെ ദൈവ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ആമേൻ. പിന്നെയും നമ്മൾ ഹല്ലേലൂയ ആമേൻ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ചങ്ങലയിട്ട് സൂക്ഷിക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. നമുക്കറിയാം എവിടെയാ ചങ്ങലയിടുന്നത്. ഹല്ലേലൂയ, ആമേൻ. ഒരിക്കലും പുറത്തു പോകരുത് എന്നുള്ള ആ അവസ്ഥ വരുമ്പോഴാണ് ചങ്ങലയിടുന്നത്. അല്ലെങ്കിൽ അവനെ കൊണ്ട് വേറെ ആർക്കും ഒരു ഉപദ്രവവും വരരുത്, അവനെ സൂക്ഷിച്ചു വെക്കണം എന്ന് കാണുമ്പോഴാണ് ഒരു ചങ്ങലയിടുന്നത്. നമുക്കറിയാം എന്തെങ്കിലും സുഖമില്ലാത്തവർക്ക് പണ്ട് ചെയ്യുന്നത് ഈ തെങ്ങിൻ്റെ തടിയൊക്കെ വെട്ടിയിട്ടിട്ട് അതിൽ തുളയിട്ട് അതിൽ ചങ്ങലയിട്ട് കെട്ടിയിടുന്ന അനുഭവം കണ്ടിട്ടുണ്ട്. കാരണം അവന് മറ്റുള്ളവർക്ക് ഉപദ്രവമായി തീരുമ്പോൾ, അവനെ ഒതുക്കുവാൻ വേറെ മാർഗമൊന്നും ഇല്ലാതെ വരുമ്പോൾ ചങ്ങലയിടുന്ന അനുഭവം. നമുക്ക് കാരാഗ്രഹത്തിൽ ചങ്ങലയിട്ട അനുഭവങ്ങളൊക്കെയും ദൈവവചനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവ മക്കൾ അതിൽ നിന്നൊക്കെയും വിടുതൽ പ്രാപിക്കുന്നു എന്നുള്ളതും സത്യമായ കാര്യമാണ്. എത്ര ചങ്ങലയിട്ടാലും അത് പൊട്ടിക്കുന്ന ഒരു അഭിഷേകമുണ്ട് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ആമേൻ, എങ്ങനെ ഉള്ള ചങ്ങല ആണോ, ഹല്ലേലൂയ, ആമേൻ, ഇങ്ങനെ ഇടുന്ന ചങ്ങലയ്ക്ക് ഹല്ലേലൂയ, ആമേൻ, അത് പറയുന്ന വേറൊരു പേരാണ്. ഹല്ലേലൂയ. നമ്മൾ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, റിസർവ് എന്ന് പറയും. ആദ്യം നമ്മൾ ഫ്രീസർ എന്ന് പറയും, ഫ്രീസറിൽ സൂക്ഷിക്കുന്ന അനുഭവം പറഞ്ഞു. ഇവിടെ ആകുമ്പോൾ റിസർവായിട്ട് ഹല്ലേലൂയ, ആമേൻ, മറ്റാരും അവിടെ കടന്നു ചെല്ലരുത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അവിടുന്ന് മാറുവാൻ ഇടയായി തീരരുത്. എപ്പോഴും ഹല്ലേലൂയ, ആമേൻ, നമുക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു ഇതുണ്ട്. നമ്മൾ റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈക്കൊക്കെ ഓടിക്കുന്നവർക്കറിയാം, സ്കൂട്ടറൊക്കെ പെട്രോൾ അടിച്ചിട്ടാണ് റിസർവിലായി നമ്മൾ പറയും. ഹല്ലേലൂയ. അപ്പോൾ അതെപ്പോഴും സ്റ്റോക്കാണ്, അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അത് ആമേൻ, അവിടം വരെ പെട്രോൾ ആയി വരുമ്പോൾ മാത്രമേ അതിൻ്റെ സ്വിച്ച് മാറ്റുമ്പോഴേ അത് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ ഒരു അനുഭവമുണ്ട്. അങ്ങനെ സൂക്ഷിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ പറ്റും. എന്നാൽ 24-ാം വാക്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അതുകൂടെ ഒന്ന് വായിച്ച് 24-ാം വാക്യം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് ആമേൻ, മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിനു തന്നെ. ആമേൻ, ഹല്ലേലൂയ. അവിടെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കീപ്പ് എന്ന് പറയാം. ഹല്ലേലൂയ. അപ്പോൾ 3 സൂക്ഷിക്കുന്ന അനുഭവങ്ങളും നമ്മൾ വ്യത്യാസ അനുഭവത്തിലാണ് കണ്ടിട്ടുള്ളത്. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒന്നും നമ്മൾ ഓർക്കണം, നമ്മുടെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവകരങ്ങളിൽ നമ്മൾ ഏൽപ്പിക്കുന്നു എങ്കിൽ തീർച്ചയായും നമ്മെ എവിടെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അവൻ അവിടെ മാത്രമേ നമ്മെ സൂക്ഷിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അവിടെ ആയിരിക്കുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ കർത്താവിൻ്റെ കരത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. മറ്റുള്ള അവസ്ഥയിൽ വരുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ വരും, ഭാരങ്ങൾ വരും, ബുദ്ധിമുട്ടുകളൊക്കെയും വരും. എന്നാൽ കർത്താവിൻ്റെ കരങ്ങൾ അവൻ സൂക്ഷിക്കുമ്പോൾ ആമീൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളെ സൂക്ഷിക്കേണ്ടത് എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ കർത്താവിനോട് ചേർന്നായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഹല്ലേലൂയ അവൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ അവൻ നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ആമീൻ. പിന്നെ നമ്മൾ വായിച്ച എന്തുവാണ്?
ഹല്ലേലൂയ. വിളിക്കപ്പെടുന്ന അവസ്ഥ. ഹല്ലേലൂയ. ആമീൻ. വിളിക്കപ്പെടുന്നതും പല രീതിയിലാണ്. ഹല്ലേലൂയ. ഒന്ന്, ജോലിക്ക് വേണ്ടി നമ്മളെ വിളിക്കുന്ന ഒരു അനുഭവം. നമുക്കറിയാം, നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒന്നാണ്. നമ്മൾ ജോലിക്ക് വേണ്ടി അപേക്ഷയൊക്കെയും കൊടുത്തു. ആമീൻ. വിളിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി ഇരിക്കുക. അത് വിളിക്കുമ്പോഴുള്ള നമ്മുടെ ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വലുതാണ്. നമുക്കറിയാം, ജോലി എന്ന് പറയുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഹല്ലേലൂയ. എനിക്ക് ജോലി വേണം, എനിക്ക് ജോലി വേണമെന്നുള്ള ആഗ്രഹം. നമുക്കറിയാം, നമ്മുടെ കർത്താവും ജോലി ചെയ്ത് തന്നെയാണ് ജീവിച്ചത്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ അദ്ദേഹത്തെ ഒരു കാർപ്പൻ്ററായി കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു കാർപ്പൻ്റർ ജോലി ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ അറിയുന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ആ യേശുവിന് അതുകൊണ്ട് ഒതുങ്ങുന്ന അനുഭവമായിരുന്നില്ല. അതിനുശേഷം ഹല്ലേലൂയ, എത്ര വലിയ ജോലിയായിരുന്നാലോ, ഏത് അവസ്ഥയിലായിരുന്നാലോ, എന്നൊന്ന് പാസ്റ്റർ പ്രിയ സഹോദരനെ പറ്റി പറഞ്ഞതുപോലെ നല്ലൊരു ഗിറ്റാറിസ്റ്റ് ആയിരിക്കാം, അവൻ പ്രൊഫഷണൽ ആയിരിക്കാം, എന്നാൽ അതിൽ ഉപരിയായി ലഭിക്കുന്ന ഒരവസ്ഥയാണ് ആമീൻ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ളത്. അതൊരു വലിയ വരുമാനമെന്ന് കരുതിയായിരിക്കും അതിനുവേണ്ടി പോയത്. ഹല്ലേലൂയ. എന്നാൽ നമുക്കറിയാം, നമ്മുടെ കർത്താവിനോട് കൂടെ എത്ര പേരുണ്ടായിരുന്നു. ജോലിയൊക്കെ വിട്ടിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ആമീൻ, ശിഷ്യന്മാരൊക്കെയും എത്ര ശ്രേഷ്ഠമായിട്ടാണ് കർത്താവിൻ്റെ കൂടെ ആയിരുന്നത്. ഒന്നിനും ഒരു കുറവും വരാതെ. ഹല്ലേലൂയ. ജോലി ചെയ്തിട്ടല്ല, വേറെ വരുമാനം ഉണ്ടായിട്ടല്ല. ഹല്ലേലൂയ. ആമീൻ. ദൈവത്തിന് വേണ്ടി ആമീൻ ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ ആമീൻ നമ്മുടെ ആവശ്യം അറിയുന്ന ഒരു കർത്താവുണ്ട്. അവൻ്റെ വിളി കേട്ടാണ് നമ്മളെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എങ്കിൽ അതിന്മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് ഇടയായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ വിളിച്ചത് ആമീൻ അത് ഉറപ്പായി ആമീൻ ദൈവമാണ് എന്നെ വിളിച്ചത് എന്ന് മനസ്സിലാക്കി നീ ഇറങ്ങിത്തിരിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ, നിന്നെ ഇന്നത്തെ അവസ്ഥയിൽ അല്ല പിന്നെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം ഹല്ലേലൂയ, അനേക ഇടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരെ, ഒന്നുമില്ലായ്മയിൽ നിന്നും ഇറങ്ങിത്തിരിച്ചവരുടെ ആമീൻ അവരുടെ അവസ്ഥകളെ ഒക്കെയും മാറ്റിയിട്ട് അനേകർക്ക് വേണ്ടി ചിലവിടുവാൻ തക്കവണ്ണം ദൈവം അവർക്ക് നൽകി എങ്കിൽ ഈ ദൈവനാമത്തിന് വേണ്ടി അവൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് എങ്കിൽ നിന്റെ ജോലി ഹല്ലേലൂയ അതൊരു വിഷയമല്ല. ഹല്ലേലൂയ. ആ വിളി ഹല്ലേലൂയ ആമീൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വിഷയമല്ല എന്ന് ഇന്ന് പകൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ ആയിരിക്കുന്നു എങ്കിൽ തീർച്ചയായും ഹല്ലേലൂയ അവൻ്റെ വിളി കേട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവൻ്റെ വലിയ പ്രവൃത്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് ഇന്നൊരു പ്രൊഫഷനുണ്ട്, ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട്, അതിൽ നിന്നും ഇറങ്ങുവാൻ എനിക്ക് മനസ്സില്ല എന്ന് ചിന്തിച്ചിരുന്നാൽ എന്നും നീ അതിൽ തന്നെ ഇരിക്കും. ഹല്ലേലൂയ. അവിടെ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, എൻ്റെ കൂടെ പഠിച്ച ആളാണ്. ബഹ്റിൽ ഞങ്ങളൊന്നിച്ചായിരുന്നു. അവനൊരു ടെക്സസ് ഷോപ്പിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. തുച്ഛമായ ശമ്പളമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബിസിനസ് മേഖലയിലൊക്കെ കടന്നു ചെന്നപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, ഇത് വിട്ടിട്ട് നീ സ്വന്തമായി എന്തെങ്കിലും ചെയ്യേ. ഹല്ലേലൂയ. ഒരിക്കലും അവനെന്നെ തയ്യാറല്ല. ഇത്രയും അവിടുന്ന് ചില അല്ലാത്ത ചില പൈസയൊക്കെയും കിട്ടുന്നതൊക്കെ ഉണ്ട്. അത് എന്നാലും അതൊക്കെ നഷ്ടപ്പെടുമല്ലോ എന്ന് ചിന്തിച്ചായിരിക്കും ഇവൻ അവിടുന്ന് ഇറങ്ങാത്തത്. ഹല്ലേലൂയ. എന്നാൽ അവസാന നിമിഷം വരെ ആ ഒരു ഷോപ്പിൽ തന്നെ നിന്നുകൊണ്ട് അവസാനം ഒന്നുമില്ലാത്തവനായി നാട്ടിൽ മടങ്ങി വരേണ്ടി വന്നു. പക്ഷെങ്കിൽ അന്ന് വിട്ടിട്ട് ഒരു നല്ല അവസ്ഥയിലേക്ക് പോയിരുന്നു എങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്നെ വിളിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പാതയിലേക്ക് ചെന്നു എങ്കിൽ അത് വേറൊരവസ്ഥയിലായി തീരുവാൻ ഇടയായി തീർന്നേനെയും. അതുകൊണ്ട് 40 വർഷമൊക്കെയും ഒരു കടയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ചെറിയ കടയാണെങ്കിൽ അത്രയും വരുമാനമേ ഉള്ളൂ. അപ്പം അതിനനുസരിച്ചുള്ള സാലറിയെ കിട്ടത്തുള്ളൂ. പക്ഷേ ദൈവം വിളിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് ദൈവത്തിൻ്റെ വാക്കിന് നമ്മൾ കാതു കൊടുക്കുന്നു എങ്കിൽ
ആരെങ്കിലും ഇപ്പം നമ്മൾ ഓർപ്പിച്ചതുപോലെ ദൈവം നേരെ വന്ന് നമ്മളെ വിളിക്കുന്നതായിരിക്കത്തില്ല. ആരിലൂടെ എങ്കിലും ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ അടുക്കൽ അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ അല്ലെ പാട്ടുകളിലൂടെ ഒക്കെയും നമ്മളെ വിളിക്കുന്ന അനുഭവങ്ങൾ കടന്നു വരും. അത് നമ്മൾ ശ്രദ്ധ വെച്ച് കേൾക്കുന്നുവെങ്കിൽ, ആ വിളിക്ക് അടിയൻ ഇതാ എന്ന് പറയുവാൻ നമ്മെ കൊണ്ട് സാധിക്കുന്നു എങ്കിൽ തീർച്ചയായും ഹല്ലേലൂയ ആമേൻ, ആ വിളി ഹല്ലേലൂയ നമ്മുടെ ജീവന്റെ രക്ഷയ്ക്ക് കാരണമായി തീരും. നമ്മുടെ അനുഭവത്തിൽ അത് വലിയ വിടുതലായി തീരുവാൻ ഇടയാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിളി എന്നത് എന്ന് തിരിച്ചറിയുവാനുള്ള ആമേൻ ആ വാഞ്ച ഈ ദിവസങ്ങളിൽ നമ്മളിലുണ്ട് എങ്കിൽ, അത് മനസ്സിലാക്കുന്നു എങ്കിൽ, അവൻ വിളിച്ച ആരും ഹല്ലേലൂയ നഷ്ടമായിട്ടില്ല, താമേൻ താളടി ആയിട്ടില്ല, തകർന്നു പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വിളിക്ക് വേണ്ടി ഹല്ലേലൂയ ആമേൻ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഹല്ലേലൂയ വിളി. അവൻ നമ്മെ വിളിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ സൂക്ഷിക്കുവാനും വിശ്വസനായ ദൈവമാണ്. ഹല്ലേലൂയ ആമേൻ. എവിടെയാണോ ആയിരിക്കേണ്ടത് അവിടെ ആക്കി വയ്ക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതാണ് കീപ്പ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ ആമീൻ. നമ്മൾ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നല്ല, നമ്മുടെ കർത്താവ് നമ്മെപ്പറ്റി എന്താഗ്രഹിക്കുന്നോ അവിടെ ആക്കി വെക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. വി പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ആമീൻ തൽക്കാലത്തെ ആവശ്യത്തിന് വേണ്ടി വിളിക്കുന്ന വിളിയുണ്ട്. നമുക്കറിയാം, വഴിയിലരികിലൊക്കെ ഒരു സമയത്ത് ആൾക്കാരിരുന്ന് വിളിക്കുവാൻ അമ്മേ അമ്മേ അച്ചായ. ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെയും വരുന്നുണ്ട്, നമ്മളെ വിളിക്കുന്ന വിളിയുണ്ട്. അത് അവൻ്റെ തൽക്കാലത്തെ ആവശ്യത്തിന് വേണ്ടിയുള്ള വിളിയാണ്. ഹല്ലേലൂയ. ആ വിളിയും നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അവൻ എന്തിനു വേണ്ടിയാണ് വിളിക്കുന്നത്? അവൻ്റെ അന്നത്തെ ആഹാരത്തിന് വേണ്ടി. ഹല്ലേലൂയ. ഇതിനകത്ത് ചില പല തട്ടിപ്പുകളും ഉണ്ട് എങ്കിലും ഹല്ലേലൂയ ഒരുത്തൻ മിറ്റത്ത് വന്ന് നിന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ആ വിളി നമ്മൾ കേൾക്കണം. ഹല്ലേലൂയ ആമീൻ. അവൻ പട്ടിണിയാണെന്നറിഞ്ഞാൽ അവൻ ആഹാരം കൊടുക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കണം. കഴിഞ്ഞ ദിവസം വീട്ടിലൊരു സ്ത്രീ കയറി വന്ന്, എനിക്കറിയില്ല, ശൈല പറഞ്ഞ് നേരത്തെ വരുന്നതാ, നമ്മൾ പരിചയമുള്ളതാ. ഞാൻ അറിയാതെ തന്നെ ഞാൻ അന്നേരം ഉച്ചയ്ക്ക് കണ്ട് ഉറങ്ങുന്ന സമയമായിരുന്നു. ശൈല അവരെ വിളിച്ച് നമ്മുടെ തിണ്ണയിലിരുത്തി അവർക്ക് ഫുഡൊക്കെ കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ആരാന്ന് അറിഞ്ഞുകൊണ്ടോ നമ്മൾ വിളിച്ച് കയറ്റിയേ. അപ്പം പറഞ്ഞ് അറിയാവുന്ന ആളാണ്, നേരത്തെ ഇവിടെ വന്നിട്ടുള്ളതാ, പാവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ അങ്ങനെ ആയിരിക്കണം. നമ്മൾ അറിയുന്ന ഒരാളാണെങ്കിൽ നമ്മൾ വിളിച്ച് വിശക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ പക്കലുള്ളത് അവർക്ക് നൽകുമ്പോൾ അവർക്കതൊരാശ്വാസമാണ്. അവരുടെ വിശപ്പ് മാറുന്നതാണ് അവരുടെ ആവശ്യം. അത് നമ്മൾ സാധിച്ചു കൊടുക്കുന്നുവെങ്കിൽ അവരുടെ ഉള്ളിലെ ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമായി തീരും. മറ്റുള്ള പ്രയാസം മാറ്റുന്ന അവസ്ഥ നമ്മളെ കൊണ്ട് സാധിക്കുന്നുവെങ്കിൽ ആമീൻ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ അത് വലിയ സന്തോഷമാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ രോഗം മാറ്റുവാൻ ഇടയായി തീരും, നമ്മുടെ മറ്റ് പ്രശ്നങ്ങൾ മാറ്റുവാൻ ഇടയായി തീരും, നമ്മുടെ ചിന്തകളുണ്ടല്ലോ ഹല്ലേലൂയ അതൊക്കെയും മാറ്റുവാൻ ഇടയായി തീരുന്നത് അങ്ങനെയുള്ള പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ മാത്രം ആണ് എന്ന് ഹല്ലേലൂയ ആമീൻ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ വിളിയും നമ്മൾ കേൾക്കാതെ പോകരുത്. ഹല്ലേലൂയ ആമീൻ. ചില വിളികൾ നമ്മൾ കേൾക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. ചില വിളികൾ കേൾക്കുമ്പോൾ അതിൽ അകപ്പെട്ടു പോയാൽ ഹല്ലേലൂയ ആമീൻ നമ്മുടെ അനുഭവം വേറെയായിത്തീരും. അങ്ങനെയുള്ള വിളികളെ തിരിച്ചറിയുവാനും നമ്മളെ കൊണ്ട് സാധിക്കണം. ഹല്ലേലൂയ. ആ വിളികളെ തിരിച്ചറിയണമെങ്കിൽ ആമീൻ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ഉണ്ടായിരിക്കണം. ഇതെന്താണ്, ഈ വിളി എന്താണ്, ഈ ശബ്ദം എന്താണ് എന്ന് തിരിച്ചറിയുവാനുള്ളൊരു കൃപ ഈ ദിവസങ്ങളിൽ പ്രാപിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ ആമീൻ നമ്മെ ഹല്ലേലൂയ അറിയുന്ന നല്ല കർത്താവ് അവൻ നമ്മോട് കൂടെ ഇരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ. ഞാൻ കുറേ ഭാഗങ്ങളുടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ ഇവിടെ നിർത്തുകയാണ്. പിന്നെ ദൈവം സഹായിച്ചാൽ ഹല്ലേലൂയ ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ പിന്നെയും നമുക്ക് ആമീൻ സംസാരിക്കാൻ ഇടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെയുള്ള വിളികൾ കേൾക്കുവാനും ഹല്ലേലൂയ ആമീൻ സൂക്ഷിക്കുവാനും ഒക്കെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള ശുശ്രൂഷ ആമീൻ കർത്താവിൻ്റെ ദാസന് ചെയ്യും. യെസ്, 1-ാം അധ്യായം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അധ്യായമാണ്. ആമേൻ. ഒരു കൊച്ചു ലേഖനമാണ്, യൂദയുടെ ലേഖനം. ആമേൻ, ഹല്ലേലൂയ. അതിനകത്തൊരു വാക്ക് ഫസ്റ്റിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടു. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്? ഒരു നല്ല ആമേൻ പറഞ്ഞേ. അത് കേട്ടിട്ടെങ്കിലും ഒരു ആമേൻ പറ. ആരാ സ്നേഹിക്കുന്നേ? യേശു സ്നേഹിക്കുക. അതാരാ പറഞ്ഞേ? റേഖണ പറഞ്ഞേ. ശബ്ദം ഉയർത്തി പറ. യേശു എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാവരും ഒന്ന് വാ തുറന്ന് പറഞ്ഞു, യേശു സ്നേഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്നേഹിക്കുന്നവരെ അവൻ സൂക്ഷിക്കും, സൂക്ഷിക്കുന്നവരെ അവൻ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി വിളിക്കും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. സ്നേഹിക്കുന്നവരെ അവൻ സൂക്ഷിക്കും. അനർത്ഥം വരത്തില്ലെന്നല്ല മോനെ, വെല്ലുവിളി വരത്തില്ലെന്നല്ല. ഒരു വെല്ലുവിളിയും വരാതെ ദൈവം സൂക്ഷിക്കുന്നത് ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അച്ഛൻ്റെ അവൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു, അവൻ കോവിഡ് വന്ന് അവൻ മരിച്ചു എന്ന് വിധി പറഞ്ഞതാ. കൂടെ അടുത്ത ബെഡിൽ കിടന്നവരെന്ത് ചെയ്തു? മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. 4 തവണ അങ്ങാണ്ട് കോവിഡ് വന്ന് അവൻ ആ ഒരു അനുഭവത്തിൽ. പക്ഷേ ദൈവം എന്ത് ചെയ്തു? സൂക്ഷിച്ചു. എന്താ കാരണം? ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നമുക്കറിയാം, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നാം എന്തും ചെയ്യും. ചേർന്നൊരു ആമേൻ പറഞ്ഞേ. ആമേൻ. പക്ഷെ ഇന്ന് പകൽ ഞാൻ ദൈവനാമത്തിൽ പറയാ, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം നമ്മളെ സൂക്ഷിക്കും. സൂക്ഷിക്കുന്നത് കൊണ്ട് ദൈവം നമ്മളെ എന്ത് ചെയ്യും? വിളിക്കും. അവർക്ക് വേണ്ടിയുള്ള ഒരു എഴുത്താണ് ഈ കൊച്ചു ലേഖനം എന്ന് പറയുന്നത്. അപ്പം ഇന്ന് പകൽ അങ്ങനെ ഒരു അനുഭവത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഈ സ്നേഹിക്കുന്നവരെ കർത്താവ് കൊണ്ടുപോകുന്ന ഒരൊറ്റ തലം 2-3 മിനിറ്റിൽ പറഞ്ഞ് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞ് ആരാധിച്ച് നമ്മൾ അവിടുന്ന് പിരിയാൻ പോകുകയാണ്. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യം വേഗത്തിൽ വായിക്കുന്നു. വായിച്ചിട്ട് ഒറ്റ പദത്തിനകത്ത് നമ്മൾ നിൽക്കുന്നു. സന്തോഷത്തോടെ നമ്മൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 1 യോഹന്നാൻ 4:16. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. ആമേൻ. 2 കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഒന്ന്, ഇങ്ങനെ ദൈവത്തിന് ഇത് മനസ്സിലാക്കണം. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ഒന്ന് അറിയണം. എല്ലാവരും പറഞ്ഞേ, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം അറിയണം. 2, അറിയുന്നത് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ കുടുംബജീവിതത്തിനകത്താണ് എപ്പോഴും ഈ വാക്ക് കൂടുതൽ കേൾക്കാറുള്ളത്. അതുകൊണ്ട് ഇവരെ ഒന്ന് മാറ്റിയിട്ട് അജിയോട് മാത്രം പറയാ, ഇപ്പം പണ്ടത്തെ പോലെ എന്നോട് വലിയ സ്നേഹമൊന്നും 1 വർഷം ആവുന്നേ ഉള്ളൂ, എന്നാലും കേട്ട് തുടങ്ങി കാണും, മിക്കവാറും കേൾക്കും. മിണ്ടുന്നില്ല. അമ്മേ, സ്നേഹം എന്ത് ചെയ്യണം? അറിയണം. അറിയണമെങ്കിൽ അറിഞ്ഞ് സ്നേഹിക്കണം. എനിക്ക് ഒരാളോട് സ്നേഹമുണ്ടെന്ന് അവരറിയണമെങ്കിൽ അവരറിയത്തക്കവണ്ണം എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അവരറിയാതെ നിങ്ങൾ ചിന്തിച്ച്, ഞാനിപ്പോൾ എൻ്റെ റൂം കൊണ്ട് പൂട്ടി റൂം അടച്ചിട്ടിട്ട് ഞാൻ പറയാ ഞാൻ ഇന്നയാളെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ആ സ്നേഹം എങ്ങനെ പ്രകടമാകുന്നു? അറിയത്തക്കവണ്ണം. അപ്പൊ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് നാം എന്ത് ചെയ്യണം? അറിയണം. അത് ദൈവം നമ്മെ അറിയിച്ച സ്നേഹിച്ച്. ചേർന്നൊരാമേൻ പറയാം. ദൈവം നമ്മെ സ്നേഹിച്ചത് അറിയിച്ച. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം, ഞാൻ ധൈര്യത്തോടെ പറയും, ദൈവം എൻ്റെ കുടുംബത്തെ സ്നേഹിച്ചത് അറിയിച്ച. ആമേൻ. എൻ്റെ പപ്പയുടെ മുഖത്ത് നോക്കി, ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വലിയ കൂട്ടമുണ്ട്, ഈ കുഞ്ഞുങ്ങളൊന്നും ഇനി ഉയരാൻ പോകുന്നില്ല, ഇവരൊന്നും ഒരു നല്ല നിലയിൽ എത്താൻ പോകുന്നില്ല. കാരണം നമുക്ക് നല്ല നിലയിൽ എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പറയുന്നത് ഒന്നെങ്കിൽ പണം വേണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം വേണം. ആമേൻ, ഹല്ലേലൂയ. ഇതൊന്നുമില്ലാതെ ഒരു ഉന്നത ലെവലിൽ എന്ത് ചെയ്യത്തില്ല? എത്തത്തില്ല. പക്ഷെ ഇന്ന് പകൽ ഞാൻ പറയാം, ദൈവത്തെ അറിഞ്ഞു സ്നേഹിച്ചാൽ,
ദൈവം നമ്മെ അറിഞ്ഞ് സ്നേഹിച്ചാൽ, ഒന്നുകൂടെ, ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ചാൽ, ദൈവം നമ്മെ അറിഞ്ഞ് സ്നേഹിച്ചാൽ, ലോകത്തിൽ ദൈവം നമ്മെ ഉന്നതമാക്കി നിർത്തും. ഇത് വിശ്വസിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ കരമടിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവത്തിന് ചിലരെ ഉന്നതരാക്കണം. അറിഞ്ഞ് സ്നേഹിക്കണം, ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കണം. ഞാൻ എൻ്റെ യേശുപ്പയെ സ്നേഹിക്കുന്നത് പ്രാന്തായിട്ട്. എനിക്ക് എൻ്റെ അപ്പയുടെ ശബ്ദം, അപ്പയുടെ വാക്ക് എനിക്ക് ഭയങ്കര പ്രാന്ത. ആമേൻ, ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയ്ക്ക് വേണ്ടി കരുതുന്നതിനേക്കാൾ എൻ്റെ സഭയ്ക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം എനിക്കുണ്ട്. കാരണം എനിക്ക് എൻ്റെ പ്രാർത്ഥനയിൽ അതറിയാം. ആമേൻ. പ്രാർത്ഥനയിൽ ഓരോരുത്തരെയും ജീവിത അനുഭവങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എനിക്ക് മനസ്സിലായി, ഞാൻ സൂക്ഷിക്കുന്നതിനേക്കാൾ, ഞാൻ ഉപദേശിക്കുന്നതിനേക്കാൾ, ഞാൻ പറയുന്നതിനേക്കാൾ നന്നായി പക്ഷെ പലരും ആ ശബ്ദം ചെവി കൊടുക്കുന്നില്ല. പോട്ടെ, ആമേൻ. എൻ്റെ മക്കളെ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കരുതുന്നതിനേക്കാൾ നന്നായി കരുതുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയ. അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ ആഗ്രഹങ്ങളിൽ, ആമേൻ, ഹല്ലേലൂയ, അപ്പൻ എന്ന നിലയിൽ പലപ്പോഴും ഞാൻ ഫെയിലിയർ ആയിട്ടുണ്ട്, തോറ്റുപോയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവരെ കൊണ്ട് പോകേണ്ട ഇടങ്ങളിൽ, അവർക്ക് ചെയ്യേണ്ട ഇടങ്ങളിൽ, അവർക്ക് വേണ്ടി പറയേണ്ട ഇടങ്ങളിൽ ഞാൻ ഫെയിലിയർ ആയിട്ടുണ്ട്. പ്രൈസല്ലോ. നിങ്ങൾ ഉൾക്കൊള്ളുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഹയർ സ്റ്റഡീസിന് പോകേണ്ട ഒരു കുഞ്ഞിൻ്റെ ആമേൻ വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടി ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു നിമിഷം പോലും, ഒറ്റ സെക്കൻഡ് പോലും ഞാൻ എഫേർട്ട് എടുത്തിട്ടില്ല. തനിയെ കോളേജ് കണ്ടുപിടിച്ച്, തനിയെ കോഴ്സ് കണ്ടുപിടിച്ച്, തനിയെ യാത്ര ചെയ്ത് പോയ മക്കൾ എൻ്റെ മക്കളുണ്ട്. പ്രൈസല്ലോ. പക്ഷെ എനിക്ക് മനസ്സിലായി, ആമേൻ, എൻ്റെ അപ്പൻ അവരെ സൂക്ഷിക്കും. കാരണം കർത്താവ് കരുതും. ചേർന്നൊരാമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ നീ അറിഞ്ഞ് സ്നേഹിച്ചാൽ ദൈവം നിന്നെ അറിഞ്ഞു സ്നേഹിക്കും. കർത്താവിനോട് ഇടപെട്ടൊരു ശബ്ദം, ഞാനിപ്പോൾ ഫിനാൻഷ്യൽ മേഖല മുന്നിൽ നിൽക്കുന്നുണ്ട്, അത് പറയാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എൻ്റെ മനസ്സിനകത്തുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയാം, ആ മുമ്പേ സംസാരിച്ച കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ ഈ ശബ്ദം ഏറ്റെടുക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നതിനകത്ത് ഉഴപ്പ് കാണിച്ചാൽ ദൈവം നമ്മുടെ സമസ്ത മേഖലകളിലും ഉഴപ്പ് കാണിക്കും. എന്നിട്ട് എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, മോനെ, ഞാൻ അടിച്ചാൽ നിനക്കത് ഭാരമാകും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ നിനക്ക് മുമ്പിൽ സൈലൻ്റ് ആകും. ഞാൻ ദൈവസഭയോട് പറയാം, ദൈവത്തിൻ്റെ സൈലൻസ് നമ്മുടെ വിഷയത്തിലുണ്ടെങ്കിൽ എവിടൊക്കെയോ ക്രമീകരിക്കപ്പെടാൻ ഉണ്ട്. നമ്മൾ ഒരു വിഷയത്തിനകത്ത്, ആത്മീയമായിക്കട്ടെ, ഭൗതികമായിക്കട്ടെ, ശാരീരമായിട്ടെ, ദൈവം സൈലൻ്റ് ആകുന്നെങ്കിൽ, കർത്താവ് എന്നോട് പറഞ്ഞ വാക്കാണ്, ഞാൻ നിനക്ക് മുമ്പിൽ സൈലൻ്റ് ആകുന്നെങ്കിൽ നീ ഓർത്തോണോ, നീ എന്നിലേക്ക് അടുക്കേണ്ട കുറച്ചുകൂടെ ആവശ്യകതയുണ്ട്. പ്രൈസലോ. ഇന്ന് പകൽ ഞാൻ അതുകൊണ്ട് പറയാം, ദൈവത്തെ സ്നേഹിക്കുക, ദൈവം നമ്മെ സ്നേഹിക്കുക. ഒറ്റ വാക്ക് വേഗത്തിൽ പറയണം, സമയം പോകുന്നു. അതുകൊണ്ട് അറിഞ്ഞ്, ആമേൻ, ഹല്ലേലൂയ, അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. അടുത്ത വാക്ക് പെട്ടെന്നൊന്ന് വായിക്കാമോ? എല്ലാവരും പറഞ്ഞേ, ദൈവം. ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ആദിമസഭയുടെ കാലത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിച്ചതുപോലെ ഈ കാലത്ത് ദൈവസഭയ്ക്കകത്ത് പ്രവർത്തിക്കാതിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായിട്ടൊരു സ്തോത്രം പറയാമോ? മിണ്ടുന്നില്ല നിങ്ങൾ. ആദിമസഭയ്ക്കകത്ത്, പഴയ നിയമം അല്ല ഞാൻ പറഞ്ഞേ, ആദിമസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിച്ചതുപോലെ ഇന്ന് സഭയ്ക്കകത്ത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഉള്ള സത്യം ഇവിടെ കസേര പോലും കാണത്തില്ലായിരുന്നു. സത്യമാണോ ഞാൻ പറയുന്നത്? ഹൃദയത്തിനകത്ത് വിചാരിച്ചപ്പോഴേ അപ്പുറത്തറിഞ്ഞു. അറിഞ്ഞോ ഇല്ലയോ? അതിന് കറക്റ്റ് നമ്മുടെ ഭാഷയിൽ, അത് അങ്ങനെ പറയുന്നത് തെറ്റാണെന്ന് എൻ്റെ അകത്ത് ബോധ്യം വരുന്നുകൊണ്ട് പറയാം, കറക്റ്റ് ദൈവം പണി കൊടുത്തില്ലേ? ഹലോ, മിണ്ടുന്നില്ല. കറക്റ്റായിട്ട്, അത് യൂദയാണെങ്കിലും, അത് അനന്യസ് ആണെങ്കിലും, അത് സഫീറയാണെങ്കിലും, ആരാണെങ്കിലും, പത്രോസ് ആണെങ്കിലും, ഹലോ, പഴയ നിയമത്തിലല്ലേ, പുതിയ നിയമത്തിനകത്ത്. പക്ഷെ ഇന്ന് അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? നമ്മൾ പറയുന്നു ദൈവം സത്യമാണ്, ദൈവം സ്നേഹം തന്നെ. അടുത്ത വായിച്ചു. സ്നേഹത്തിൽ വസിക്കുന്നവൻ, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് സത്യമായിട്ട് പറയാം, ഞാൻ ദൈവത്തിൽ അതുപോലെ വസിക്കുക, എനിക്ക് എൻ്റെ ദൈവത്തെ അതുപോലെ, കള്ളം പറയല്ല,
നിന്റെ അപ്പനേക്കാൾ, നിന്റെ അമ്മയേക്കാൾ, നിന്റെ ഭാര്യയേക്കാൾ, നിന്റെ ഭർത്താവിനേക്കാൾ, നിന്റെ കുഞ്ഞുങ്ങളെക്കാൾ, നിന്റെ ജോലിയേക്കാൾ, നിന്റെ ഭൗതിക നന്മകളെക്കാൾ ദൈവത്തോടാണ് നിനക്ക് ഏറ്റവും ഇഷ്ടമെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? എനിക്കെൻ്റെ ദൈവത്തെയാണ് ഏറ്റവും ഇഷ്ടം. സ്നേഹത്തിൽ വസിക്കുന്നവൻ അവൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ വസിക്കുന്നു. ഓക്കെ, അടുത്ത ദൈവം അവനിലും വസിക്കുന്നു. ഇതാ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് ഒത്തിരി വിശദീകരിക്കണം. ദൈവം അവനിലും വസിക്കുന്നു. ആമേൻ. ഇന്ന് പകൽ ഞാൻ ധൈര്യത്തോടെ പറയാം, ദൈവം നമ്മുടെ അകത്ത് വസിക്കുന്നെങ്കിൽ വഴികളെ തുറക്കാൻ ദൈവം വിശ്വസ്തനാണ്. വഴികളെ തുറക്കാൻ ദൈവം വിശ്വസ്തനാണ്. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. എൻ്റെ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുന്നവനാണ്. പക്ഷെ അടുത്ത വാക്ക് പെട്ടെന്ന് ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാവാൻ. ഇതായിരുന്നു എൻ്റെ സന്ദേശം. അടുത്ത ഞായറാഴ്ച ഞാൻ ഈ സന്ദേശം 100% ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. ആമേൻ. കാരണം ഇത് ഭൗതികമായൊരു വിഷയത്തിൻ്റെ ഒരു അനുഭവം നമ്മുടെ ആത്മമണ്ഡലമൊക്കെ ഇച്ചിരി ഇതായിട്ട് നിൽക്കുന്നൊരു ഇതിൽ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഒറ്റ വാക്ക് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാം, അടുത്ത ഞായറാഴ്ച ഈ സന്ദേശവുമായി ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കും. ആമേൻ. ഹല്ലേലൂയ. ആ വാക്കിങ്ങനെയാണ്, ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകണം. ഒന്നൊരു ന്യായവിധിയുടെ ദിവസമുണ്ട്. ചേർന്നൊരാമേൻ പറയാമോ? ആ ദിവസത്തെ നോക്കി ഭയപ്പെടരുത്. ന്യായവിധിയുടെ ദിവസത്തിൽ നമുക്ക് എന്തു വേണം? നിന്റെ ആത്മീയ ജീവിതത്തിൽ, നിന്റെ പ്രാർത്ഥനയിൽ, നിന്റെ ആരോഗ്യത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ കുടുംബജീവിതത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ സഭയിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന മേഖലകളിൽ എത്ര പേർ വിശ്വസിക്കുന്നു? ന്യായവിധി ദിവസത്തിൽ എനിക്ക് ധൈര്യമുണ്ടാകും, എൻ്റെ കരങ്ങൾ ബലത്തോടെ നിൽക്കും. ഹല്ലേലൂയ. ആമേൻ. ആ സന്ദേശം നമ്മൾ ആമേൻ ഹല്ലേലൂയ മുൻപോട്ട് പോകും. അടുത്ത വാക്കുകൾ വായിച്ചു നിർത്തുന്നു. സ്തോത്രം. ധൈര്യമുണ്ടാവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. ആമേൻ. നോക്കിയേ, ധൈര്യമുണ്ടാകാൻ എനിക്ക് എന്തുകൊണ്ടാ ന്യായവിധി ദിവസത്തെ കുറിച്ച് ഭയമില്ലാത്തെന്നറിയാമോ? ഞാൻ യേശുവിനോടുള്ള സ്നേഹത്തിൽ തികഞ്ഞിരിക്കുക. നിങ്ങൾ എത്ര പേര് ആമേൻ പറയും? സ്തോത്രം. യേശുവിനോടുള്ള സ്നേഹം എൻ്റെ അകത്ത് തികഞ്ഞിരിക്കുന്നിടത്തോളം കാലം ന്യായവിധിയെ ഓർത്ത് എനിക്ക് ഭയമില്ല. ഞാൻ യേശുവിനെ ആഴമായി സ്നേഹിച്ചിരിക്കൊണ്ട് ന്യായവിധിയെ ഓർത്ത് എനിക്ക് എന്തില്ല? ഭയമില്ല. ഭയപ്പെടേണ്ട. കാരണം ആരാ കൂടെയുള്ളേ? ആരാ മറുസൈഡിൽ നിൽക്കുന്നേ? ഹല്ലേലൂയ. ന്യായം വിധിക്കുന്നവനാണ് നിൽക്കുന്നത്. അവനാണ് എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്നത്. അവനാണ് എന്നെ അറിയുന്നത്. അവനാണ് എന്നെ മനസ്സിലാക്കുന്നത്. അവനാണ് എൻ്റെ കൂടെയുള്ളത്. ചേർന്ന് കർത്താവിനൊരു സ്തോത്രം ചെയ്തേ. ന്യായവിധിയുടെ ദിവസത്തെ നോക്കി നമുക്ക് എന്തു വേണം? ഒരു ധൈര്യമുണ്ടാകണം. ആ ധൈര്യത്തിന് സ്നേഹം. ആമേൻ. അടുത്ത വാക്കുകൾ വായിച്ചോ, ക്ലോസ് ചെയ്യാണ്. അവൻ ഇരിക്കുന്നത് പോലെ ന്യായവിധിയെ നോക്കി നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ, ന്യായവിധിയുടെ ദിവസത്തിൽ നിനക്ക് ധൈര്യമുണ്ടാകാൻ കാരണമെന്ന്, ഞാൻ യേശുവിനെ സ്നേഹിച്ചിരിക്കുന്നു. യേശു എന്നെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. അങ്ങനൊരു ധൈര്യം എൻ്റെ അകത്തുള്ളത് കൊണ്ട് യേശു ലോകത്തിൽ ഇരിക്കുന്നത് പോലെ ഞാൻ ഈ ലോകത്തിൽ ഇരിക്കും. ഹല്ലേലൂയ. അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരാം. എങ്ങനെയാണ് യേശു ഈ ലോകത്തിൽ ഇരുന്നത്, ഇപ്പോഴെങ്ങനെയാണ് യേശു ഈ ലോകത്തിൽ ഇരിക്കുന്നത്, അതുപോലെ ഞാനും ഈ ലോകത്തിൽ ഇരിക്കുമെന്ന് എന്നോട് ചേർന്ന് പറയാൻ കഴിയുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ കരങ്ങളെ തട്ടി ദൈവത്തിനൊരു നന്ദി കൊടുത്തിട്ട് പറ, ഞാൻ ലോകത്തിൽ എൻ്റെ യേശു ഇരുന്ന പോലെ ഇരിക്കും. എൻ്റെ യേശു എങ്ങനെയാ ഈ ലോകത്തിൽ ഇരുന്നത്? ആവശ്യമുണ്ട്. ആമേൻ. 5000 പുരുഷന്മാർ, ആയിരക്കണക്കിന് സഹോദരങ്ങൾ ഇരിക്കുക. കയ്യിൽ 5 അപ്പമേ ഉള്ളൂ, 2 മീനേ ഉള്ളൂ. എൻ്റെ യേശു എങ്ങനെ ഈ ലോകത്തിൽ ഇരുന്നത്? ആ കയ്യിൽ ഇരുന്നതിനെ എടുത്തു, വാഴ്ത്തി അപ്പന്റെ കയ്യിലേക്ക് കൊടുത്തു. ആമേൻ. ഹല്ലേലൂയ. പിന്നത്തേതിൽ കാണുന്നത് എന്താ പറയേണ്ടത്? ആമേൻ. ലോകത്തിലെ ഓരോ ഓവനും ആമേൻ നിർമ്മിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ തരാൻ കഴിയുന്നതിനേക്കാൾ പെർഫെക്റ്റായ ടേസ്റ്റായ അപ്പം വന്നുകൊണ്ടേയിരിക്കുക. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാ, ലോകം മുഴുവൻ വഴിയടച്ചാലും എൻ്റെ പൊന്നു ദൈവ പൈതലേ, നീ ദൈവത്തോട് ചേർന്നിരിക്കുന്നെങ്കിൽ, നീ ദൈവത്തോട് പറ്റിയിരിക്കുന്നെങ്കിൽ, ദൈവത്തെ നീ ആഴമായി സ്നേഹിക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, അവൻ ഈ ലോകത്തിൽ ഇരുന്നപ്പോ ശൂന്യതയ്ക്ക് അവനെ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്നെയും ശൂന്യതയ്ക്ക് ജയിക്കാൻ ഒക്കില്ല.
ഞാൻ ആരോടോ ഇതിനകത്ത് പ്രവചിക്കുക, ഇന്ന് നിന്റെ കുടുംബം ശൂന്യമാണ്, ഇന്ന് നിന്റെ തലമുറയുടെ വഴികൾ ശൂന്യമാണ്. പക്ഷെ ഒരു കാര്യം നിനക്ക് ഉറപ്പ് പറയാമോ? ഞാൻ വിശ്വസ്തയോടെ എൻ്റെ ദൈവത്തിന് മുമ്പിൽ നിൽക്കും, ഞാൻ വിശ്വസ്തയോടെ ദൈവസഭയ്ക്ക് മുമ്പിൽ നിൽക്കും, ഞാൻ പ്രാർത്ഥിക്കൂ, ഞാൻ ആരാധിക്കൂ, ഞാൻ ദൈവവചനം പറയൂ, ഞാൻ യേശുവിനെ പറയൂ, ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഉറപ്പായി നിൽക്കൂ. ഇങ്ങനെ നിനക്ക് പറഞ്ഞു നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നെങ്കിൽ, തിരിച്ച് ദൈവം നിന്നെ സ്നേഹിക്കുന്നെങ്കിൽ, യേശു എങ്ങനെ ഈ ലോകത്തിലിരുന്നോ അതുപോലെ നിന്റെ അകത്ത് നീ രോഗികളെ സൗഖ്യമാക്കൂ, നിന്റെ അകത്ത് നീ ശൂന്യതകളെ ക്യാൻസൽ ചെയ്യൂ, നിന്റെ അകത്ത് അത്ഭുതങ്ങൾ നടക്കൂ. യേശുവിൻ നാമത്തിൽ ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുകയാണ്, കർത്താവ് ചിലരെ ഉയർത്തിയെടുക്കാൻ ആഗ്രഹിക്കുക. സ്തോത്രം. പക്ഷെ ആ സമയങ്ങൾ നമ്മുടെ മനസ്സ് വിധി പറയുന്ന മേഖലകൾക്കൊത്തവണ്ണം ഭവനത്തിനകത്ത് ചെല്ലുമ്പോൾ പ്രാർത്ഥനാ മുറിയിലെടുത്ത തീരുമാനങ്ങൾ മാറരുത്. എന്താണ് അനന്യാസിനും സഫീറയ്ക്കും സംഭവിച്ചത്? കൂട്ടായ്മയിൽ ഒരു തീരുമാനം, ഭവനത്തിനകത്തത് മാറി. എന്താണ് യൂദയിൽ സംഭവിച്ചത്? യേശുവിന്റെ സ്നേഹത്തിൽ കൂടെ നിൽക്കുമ്പോഴൊരു തീരുമാനം, പിന്നത്തേതിൽ പോകുന്ന വഴികളിൽ അത് മാറുന്നു. എന്താണ് പത്രോസിന്റെ ഒരു പരാജയത്തിന് കാരണം? യേശുവിനോട് കൂടെ ഇരുന്നപ്പോൾ ധൈര്യം, അവൻ വെളിയിലിറങ്ങിയപ്പോൾ ഭയം. ഇന്ന് പകൽ അത് മാറിയിട്ട് ലോകത്തിന്റെ ഏത് സ്ഥലത്തും ഏത് സ്ഥാനത്തും ആത്മാവിൽ നിന്നാലോ, നിന്റെ ലോകപരമായ ജീവിത മേഖലകളിൽ നിന്നാലോ, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞ് എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് നീ പറയുമ്പോൾ, ദൈവം നിന്നെ സ്നേഹിക്കുമ്പോൾ, കർത്താവ് ഉറപ്പ് പറയുക, യേശു ലോകത്തിൽ ഇരുന്നത്, ക്രിസ്തു ലോകത്തിൽ ഇരുന്നത് പോലെ ഞാൻ ലോകത്തിലിരിക്കും. രണ്ട് ഘനമേറിയ ശബ്ദമാണ് അതിനകത്ത് നിൽക്കുന്നത്. ഒന്ന്, ന്യായവിധിയെ തിരിച്ചറിയുക. ദൈവം സൈലന്റ് ആകുന്നെങ്കിൽ എവിടൊക്കെയോ ഞാൻ ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട്. ദൈവശബ്ദം നിനക്ക് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവശബ്ദം നിനക്ക് കേട്ടത് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ, വചനം കേൾക്കുന്നത് എന്താ പറയുക, ഒരു പുക പോലെ മാറിപ്പോകുന്നെങ്കിൽ, നീ എവിടൊക്കെയോ ദൈവസന്നിധിയിൽ ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട്. അപ്പന് സംസാരിക്കണം, അപ്പന് സംസാരിക്കണം. കാരണം എന്നാ? എനിക്ക് അതുപോലെ സ്നേഹം, എനിക്ക് അതുപോലെ ഇഷ്ടം. ഭയം വരുമ്പം അപ്പൻ നിന്നെ ചേർത്ത് പിടിക്കും. ഭയം വരുമ്പം പിതാവ് നിന്നെ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ. നീ ലോകത്തെ ഏതെങ്കിലും അനുഭവത്തെ ഭയപ്പെടുന്നോ? അപ്പന്റെ പ്രസൻസ്, അപ്പന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. ചിലരെ കർത്താവ് ചേർത്ത് പിടിക്കാൻ പോവുകയാണ്. ഓ ജീസസ്. ന്യായവിധിയെ നീ തിരിച്ചറിയുക. അവനിരിക്കുന്നത് പോലെ നിന്നെ സ്വർഗത്തിൽ ഇരുത്തുമെന്നല്ല, ഈ ലോകത്തിൽ ഇരുത്തും. ചേർന്നൊരാമേ പറയാമോ? 2025 ചിലരെ മാനിക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. 2025 ചിലരെ ഉയർത്താൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം അത്ഭുതം ചെയ്യും, എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം ദൈവമക്കളെ. ദൈവം നമ്മളെ ഉയർത്തും, ദൈവം നമ്മളെ മാനിക്കുമെന്ന് പറയുമ്പോൾ തന്നെ മാനുഷിക അനുഭവത്തിൽ വരുന്നതിനെ മനഃപൂർവമായി മാറ്റി നീ കർത്താവിന്റെ സന്നിധിയിലിരിക്കും. ദൈവം നമ്മുടെ മുമ്പിൽ വഴി തുറക്കുമെന്ന് പറയുമ്പോൾ മാനുഷികമായി വരുന്ന മേഖലകളെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ നിൽക്കാൻ തയ്യാറായാൽ ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറക്കും. ഇന്ന് പകൽ എത്ര പേര് പറയും, എനിക്കൊരു മാനുഷികമായ ലോകം വേണ്ട, എനിക്ക് ദൈവികമായ ഒരു ലോകം മതി. മാനുഷികമായ ഒരു അറിവ് വേണ്ട, ദൈവികമായ ഒരു അറിവ് മതി. മാനുഷികമായ സംവിധാനങ്ങൾ വേണ്ട, ദൈവികമായ സംവിധാനങ്ങൾ മതി. അതാത് സ്ഥലങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാമോ, ന്യായവിധിയുടെ നാളിനെ ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. യേശു ലോകത്തിലിരുന്നത് പോലെ ഞാനും ഈ ലോകത്തിലിരിക്കും.
കരങ്ങൾ ഉയർത്താൻ പറ്റുന്നവരെ കരങ്ങൾ ഉയർത്തി. യെസ്.
അങ്ങ് മതി. യേശു മാത്രം മതി ഈ ജീവിതത്തിൽ. യേശു മാത്രം ഓരോ നിമിഷവും. യേശു മാത്രം മതി എന്നും മതി പ്രിയനേ. കർത്താവേ, മരണം വരെ അങ്ങ് മാത്രം മതി എന്ന ഉറപ്പോടെ നിൽപ്പാൻ ഞങ്ങളുടെ ചർച്ചിനെ കർത്താവ് സഹായിക്കണം. യേശു മാത്രം മതി. അങ്ങനല്ലാത്ത ഒരു വലിയ കൂട്ടം ഞങ്ങളുടെ മുൻപിലുണ്ടാകാം. അവരെ നോക്കി പതറാനിടയാകരുത്, തളരാനിടയാകരുത്. യേശു മാത്രം മതി, യേശു മാത്രം മതി. കർത്താവേ, സഭയാ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ചർച്ചിന്റെ ഓരോ അംഗങ്ങളും ധൈര്യത്തോടെ പറയട്ടെ, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി. കർത്താവേ, ഞങ്ങളുടെ GCH പറയട്ടെ, കർത്താവേ, അങ്ങനെ ദൈവം ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. നിന്റെ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് ഇവിടെ അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ അങ്ങ് മാത്രമായി ജീവിക്കാൻ ഞങ്ങൾക്ക് സഹായിക്കണം, കൃപ പകരണം. എല്ലാ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മ നമ്മളോട് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും, ദൈവസഭയാം കുടുംബങ്ങളോടും, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന എല്ലാ മക്കളോടും, ശുശ്രൂഷയിൽ ഭാഗമായ എല്ലാ കുഞ്ഞുങ്ങളോടുകൂടെ ക്രിസ്തുവേശുവിന്റെ രണ്ടാം വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, May God bless you. We love you.